അവരുടെ മാതാപിതാക്കന്മാര് ചങ്കുപൊട്ടി ആ ചെങ്കടലിന്റെ തീരത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത് ഒരിക്കലും മറക്കാൻ പാടില്ല എന്നവർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് അവർ ഹോശാന എന്ന് വിളിക്കുന്നത്. ഈ മതിലാണ് തകർക്കപ്പെട്ടത്. വിജാതിയൊരു സഭയിലേക്ക് കടന്നു വരട്ടെ എന്ന് കർത്താവ് പറഞ്ഞതോടുകൂടി ഈ സോറഗ് എന്ന് പറയുന്ന ശത്രുതയുടെ മതിലുകളാണ് തകർക്കപ്പെട്ടത്. പല പ്രാവശ്യം വായിച്ചു പോയിട്ടില്ലേ എഫേസോസ് 13:14? ഇതാണ് സംഭവം. യഹോവയെ തേടി പുറജാതികൾ വരുന്ന സ്ഥലത്ത് അവർക്ക് കടന്നു നിൽക്കാനായിട്ട് ആകെയുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കന്നുകാലിയെയും നാണയ കൈമാറ്റവും വെച്ചിട്ട് എൻ്റെ ജനം എവിടെ നിന്ന് പ്രാർത്ഥിക്കും? ദൈവത്തിൻ്റെ എക്കാലത്തെയും വലിയ വേദനയാണ് യഥാർത്ഥത്തിൽ ഈശോയോട് പ്രകടിപ്പിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ഈശോയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സാമാന്യ സ്വഭാവത്തിന് വിരുദ്ധമായതാണ്. അത്തിവൃക്ഷത്തെ ശപിക്കുന്നതും ദേവാലയം ശുദ്ധീകരിക്കുന്നതും. ഇത് രണ്ടും ഈശോയുടെ സാമാന്യ സ്വഭാവത്തിന് വിരുദ്ധമായതാണ്. ഈശോയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത അനന്ത കരുണാമയനായ ദൈവം. ഇങ്ങനെ കരുണ കാണിക്കാൻ പറ്റുമോ നമുക്ക് സംശയം തോന്നുമാറ് കരുണ നിറഞ്ഞിരിക്കുന്ന കർത്താവ്. ഈശോയുടെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്. ഈശോ ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയും അവൻ്റെ ശക്തിപ്രാഭവം പ്രകടിപ്പിക്കാനോ അവൻ്റെ കഴിവ് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനോ ആയിരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ ചിന്ത ഈശോ അത്ഭുതങ്ങൾ ചെയ്തത് ഈശോ തന്നെയാണ് ദൈവപുത്രൻ എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആൾക്കാരുടെ ശത്രുക്കളുടെ വായടപ്പിക്കാൻ വേണ്ടിയാണെന്നാണ്. അങ്ങനെയല്ല. അത്ഭുതങ്ങൾക്ക് ആമുഖമായിട്ട് വിശ്വഗ്രന്ഥം പറയുന്ന 2-3 വാചകങ്ങൾ ഞാൻ വായിക്കാം. അത് വായിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. മത്തായി 8, ലൂക്ക 5, മർക്കോസ് 1 പറയുന്ന ഒരു ഭാഗം. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. കരുണ തോന്നി. അപ്പം വർദ്ധിപ്പിക്കുന്നു. മത്തായി 14, മർക്കോസ് 6, ലൂക്ക 9, യോഹന്നാൻ 10 എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. അതുകൊണ്ടാണ് അത്ഭുതം ചെയ്തത്. അനുകമ്പ കൊണ്ടാണ് അത്ഭുതം ചെയ്യുന്നത്. അടുത്ത വാക്യം പറയുന്നു, അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവൻ അനുകമ്പ തോന്നി, കാരണം അവർ ഇടയരില്ലാത്ത ആട്ടിൻ പറ്റം പോലെ ചകിതരായിരുന്നു. എന്താ ഈശോയുടെ ആ സ്വഭാവം നോക്കി. നമ്മളെപ്പോഴും പറയും ഈശോയെക്കുറിച്ച് അമ്മമാരുടെ മനസ്സ് പോലെയാണ്. മക്കൾക്ക് നന്നായിട്ട് അറിയാവുന്ന ആൾ. അമ്മയെ സോപ്പിടാൻ വളരെ എളുപ്പമാണ്. മത്തായി 20:34 യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി. നായിനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് അവൻ അവളോട് പറഞ്ഞു, നീ കരയണ്ട. ഇതാണ് ഈശോയുടെ അത്ഭുതങ്ങളുടെ എല്ലാം ആമുഖമായിട്ട് നമ്മൾ കാണുന്ന ഒരു വാചകം, ഒരു വാക്ക്. കരുണ തോന്നി, അനുകമ്പ തോന്നി, അവൻ്റെ കരളലിഞ്ഞു, അവൻ്റെ മനസ്സലിഞ്ഞു എന്നെല്ലാം പറയുന്ന ഈശോ ഇതിന് കടക വിരുദ്ധമായിട്ടുള്ള ഒരു സ്വഭാവമാണ് നമ്മൾ കാണുന്നത്. അത്തിമരത്തെ ശപിക്കുമ്പോഴും ദേവാലയത്തെ ശുദ്ധീകരിക്കുമ്പോഴും. ഈ ശപിക്കുക എന്നുള്ള വാക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കണം. നമ്മൾ പ്രത്യേകിച്ച് കാണാൻ പോകും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വിശുദ്ധ വ്യവഹാരത്തിൽ ചിന്തിച്ച ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് അന്ന് നമ്മൾ ചിന്തിച്ച ഭാഗങ്ങൾ നമ്മൾ വളരെ വേഗം കടന്നു പോവുകയും അന്ന് ചിന്തിക്കാൻ പറ്റാതെ പോയതിനെ കുറച്ച് വിശദമായിട്ട് കാണാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വലിയ ആഴ്ചയിലെ ഈശോയുടെ ഷെഡ്യൂളിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ശനിയാഴ്ച മുതൽ നമ്മൾ പറഞ്ഞു എല്ലാ ദിവസവും പകല് ഈശോ ജെറൂസലേമിലായിരിക്കും, സന്ധ്യയാകുമ്പോൾ ബഥാനിയയിലേക്ക് പോകുന്നു. 3 കിലോമീറ്റർ തൊട്ടടുത്ത ദൂരേ ഉള്ളൂ. ബഥാനിയായി പോകും. പിന്നെ നമുക്കറിയാം ഒലിവുമല കയറി ഇറങ്ങിയാൽ ബഥാനിയ എത്തി. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ബഥാനിയായി നിന്ന് ബെത്ഫഗെ എത്തും. അവിടെ നിന്ന് ഒലിവുമല കയറി അതിൻ്റെ മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി കെദ്രോൻ അരുവി കടന്ന് ജെറൂസലേമിലേക്ക് വരുന്നു. ഇതെല്ലാ ദിവസവും ഈശോ ചെയ്യുന്ന പരിപാടിയാണ്. ഒരു ദിവസം ഒഴികെ. ആ ദിവസം എന്ന് ഓർക്കുന്നുണ്ടോ? ബുധനാഴ്ച. വെരി ഗുഡ്. കാരണം അന്ന് പെസഹായുടെ ഒരുക്കമായിരുന്നു. അന്ന് മാത്രം കർത്താവ് വന്നില്ല. ബാക്കി എല്ലാ ദിവസവും. വിശുദ്ധ വാരത്തിൽ സംഭവിക്കുന്നതാണ് ഈ 2 കാര്യങ്ങൾ. നമുക്ക് ഓർമ്മയുണ്ടല്ലോ. വിശുദ്ധ വാരത്തിലാണ് സംഭവിക്കുന്നത്. മാത്രമല്ല മർക്കോസിന്റെ ഒക്കെ സുവിശേഷം വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ദിവസം എന്ന് പറയുന്ന പോലെ സംഭവിക്കുന്ന കാര്യങ്ങൾ. മത്തായിയൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇതിന് തൊട്ടു മുമ്പ് ഞായറാഴ്ചത്തെ ആ കാര്യം നമ്മുടെ മനസ്സിൽ നിന്ന് പോകരുത്.
വളരെ പ്രധാനപ്പെട്ട 1-2 സംഭവങ്ങൾ നടന്നു ഓർക്കുന്നുണ്ടല്ലോ. ഈശോ രാജകീയ പ്രവേശനം നടത്തി കഴിഞ്ഞു. അതായത് ഈശോയുടെ അസ്തിത്വം ഈശോ വെളിപ്പെടുത്തി. ഇതിനെ ഒൻറ്റോളജിക്കൽ എൻറ്റിറ്റി എന്ന് പറയാം. ഒൻറ്റോളജി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അസ്തിത്വം, ദൈവം എന്താണ് എന്നുള്ള പഠനശാസ്ത്രത്തെയാണ് ഒൻറ്റോളജി എന്ന് പറയുന്നത്. കുർബാന ചൊല്ലുമ്പോൾ ഈശോയുടെ ശരീരവും രക്തവും എന്ന് പറയുന്നതും എഴുന്നള്ളിച്ച് വെച്ചിരിക്കുമ്പോൾ കാണുന്ന ഈശോയും തമ്മിൽ ഒൻറ്റോളജിക്കൽ ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഇതാണ് ഒൻറ്റോളജി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ അസ്തിത്വം സംബന്ധിച്ച. അപ്പോൾ ഒരു ഒൻറ്റോളജിക്കൽ ഡിഫറൻസ് ഈശോ കാണിക്കുക. ഇതുവരെയും മനുഷ്യൻ എന്ന രീതിയിൽ കണ്ടിരുന്ന ഈശോ, ഒരു ജനനായകൻ എന്ന രീതിയിൽ കണ്ടിരുന്ന ഈശോ, അതിനു പകരം കഴുതപ്പുറത്ത് കയറി വരുന്നതോടുകൂടി ജനത്തിന് പഴയ പ്രവചനങ്ങളുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ ജനത്തിന് മനസ്സിലായി ഇത് വെറുതെ ഒരു ജനനായകൻ വരുന്നതല്ല, ഇതാണ് പണ്ട് മുതൽ നമ്മൾ കാത്തിരിക്കുന്ന ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു രക്ഷകൻ, ക്രിസ്തുവായ യേശു ഇത് തന്നെയാണ് എന്ന് ജനത്തിന് മനസ്സിലായി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് എങ്ങനെയാ? ഹോശാന എന്നവർ വിളിച്ചപ്പോൾ, അവർ ഓശാന എന്ന് വിളിച്ചപ്പോൾ എന്താ അതിന് പ്രത്യേകത? പെസഹായിക്ക് വിളിക്കേണ്ടതല്ലല്ലോ ഓശാന. പെസഹായിക്ക് ഓശാന എന്നൊരു സംഗതിയേ ഇല്ല. അത് സുക്കോത്ത് എന്ന് പറയുന്ന കൂടാര തിരുനാളിനാണ് ഓശാന വിളിക്കേണ്ടത്. ഈ ഹോസാന വിളിക്കുന്നത് സുക്കോത്ത് എന്ന് പറയുന്ന ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾസ് എന്ന് പറയുന്ന കൂടാര തിരുനാളിനാണ് ഹോസാന വിളിക്കുന്നത്. അത് വളരെ രസകരമാണ്. സുക്കോത്തിന്റെ ആരംഭം നമുക്കറിയാം. ഫറവോന്റെ രഥചക്രങ്ങൾക്കടിയിൽ നിന്നും ചെങ്കടൽ തിരമാലകൾക്കടിയിൽ നിന്നും ദൈവം രക്ഷിച്ചെടുത്ത ജനം അതിന് നന്ദി പറയുന്നതാണ് സുക്കോത്ത് എന്ന് പറയുന്നത്. ആസന്നമായ മരണത്തിൽ നിന്നും ഈ ജനസമൂഹം മുഴുവൻ ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്നുമുണ്ടായ ഉള്ള അപകടകരമായ സാഹചര്യത്തിൽ നിന്നും ദൈവം അവരെ രക്ഷിച്ച മഹാത്ഭുതത്തിന് യഹോവയ്ക്ക് നന്ദി പറയുന്ന 7 ദിവസത്തെ തിരുനാളാണ് സുക്കോത്ത്. അത് നമുക്കറിയാം, ദേവാലയമില്ലല്ലോ, കൂടാരമാണുള്ളത്, സമാഗമ കൂടാരം. ഈ സമാഗമ കൂടാരത്തിന് ചുറ്റും ഈ ജനലക്ഷങ്ങൾ മുഴുവൻ ഇങ്ങനെ ഒരു വലം വയ്ക്കും. 1-ാമത്തെ ദിവസം, 2-ാമത്തെ ദിവസവും അവരിങ്ങനെ വലം വയ്ക്കും. അങ്ങനെ 6 ദിവസവും ഓരോ പ്രാവശ്യം അവർ വലം വയ്ക്കും. ഈ വലം വയ്ക്കുന്ന സമയത്ത് അവർ ഹോഷിയാന എന്ന് പറയും. എന്തുകൊണ്ടാണ് ഹോഷിയാന എന്ന് പറയുന്നത്? ഇന്നവർക്ക് അപകടമില്ല. നമുക്കറിയാമല്ലോ, ഇസ്രയേല് യുദ്ധങ്ങൾ ജയിച്ചു കഴിയുമ്പോൾ, അപകടങ്ങൾ കഴിയുമ്പോഴും അവരുടെ മനസ്സിൽ നിന്നും അപകട സാഹചര്യങ്ങളെ എടുത്തു മാറ്റുന്ന സ്വഭാവം ഇസ്രയേലിനില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കഷ്ടതയുടെ അപ്പം അവര് കഴിക്കുന്നത് സുഭിക്ഷതയുടെ സമയത്താണ്. ഓർമ്മയുണ്ടല്ലോ അത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ വിജയമൊക്കെ കഴിഞ്ഞപ്പോൾ അവര് കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുക, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. കാരണം അവരുടെ മാതാപിതാക്കന്മാര് ചങ്കുപൊട്ടി ആ ചെങ്കടലിന്റെ തീരത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത് ഒരിക്കലും മറക്കാൻ പാടില്ല എന്നവർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് അവർ ഹോശാന എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഓരോ പ്രാവശ്യം 6 ദിവസം വിളിക്കും. 7-ാമത്തെ ദിവസത്തെ വിളിക്കുന്ന ഹോഷിയാന റാബ എന്നാണ്, വലിയ ഓശാന. അന്ന് 7 പ്രാവശ്യം വലം വയ്ക്കും. ഈ 7 പ്രാവശ്യം വലം വയ്ക്കുമ്പോഴും അവർ ഓശാന ഓശാന എന്ന് വിളിച്ചു പറയും. ഈ ഹോശാന റാബയാണ് യഥാർത്ഥത്തില് സുക്കോത്തിന്റെ അവസാനത്തെ ദിവസം നടക്കേണ്ട ഓശാന റാബയാണ് പാം സൺഡേയില് ഓശാന ഞായറാഴ്ച എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന പെസഹായുടെ ഒരുക്കമായിട്ടുള്ള ആ ഞായറാഴ്ചയിൽ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അതിമനോഹരമായിട്ട് ജനം വിളിച്ചു പറയുകയാണ്, ആരും അവർക്ക് പറഞ്ഞു കൊടുക്കാതെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ഇവനീ വരുന്നത്. യേശു ക്രിസ്തു അവന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറായി. അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു ക്രിസ്തു ആണ് എന്ന് വെളിപ്പെടുത്താൻ എങ്ങനെയാ സാധിക്കുക? യേശു ക്രിസ്തു ആണ് എന്ന് ഏതെങ്കിലും ഒരു ആത്മാവ് വിളിച്ചു പറയണമെങ്കിൽ അതിന് കാരണമുണ്ട് എന്ന് യോഹന്നാൻ പറഞ്ഞത് ഒറ്റ കാരണമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയാൽ അല്ലാതെ യേശു ക്രിസ്തു ആണ് എന്ന് പറയുവാൻ ഒരു ആത്മാവിന് സാധ്യമല്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്താ മനസ്സിലാക്കുന്നത്? യേശു ക്രിസ്തു ആണെന്ന് ഈ ആബാലവൃദ്ധം ജനങ്ങളും വിളിച്ചു പറഞ്ഞെങ്കിൽ കർത്താവായ ദൈവം തിരുമനസ്സായിരിക്കുന്നു അവൻ ക്രിസ്തു ആണ് എന്ന് വെളിപ്പെടുത്താൻ. കാരണം ഇതിനു മുമ്പ് പല സമയത്തും പല ആൾക്കാരും പല വിധത്തിലുള്ള ആത്മാക്കൾ, പിശാചുക്കളടക്കം അവൻ ക്രിസ്തു ആണെന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഈശോ പറഞ്ഞു മിണ്ടരുത്, സമയമായിട്ടില്ല, സമയമാകുമ്പോ പറഞ്ഞോ, ഇപ്പൊ വേണ്ട, സമയമായി എന്നവൻ തീരുമാനിച്ചതാണ് ഈ സാഹചര്യം. മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇല്ലേ? ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണം. അപ്പൊ ഇവർ ഈ ഹോശാന റാബ എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ പറയുന്നത് എന്താ? അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നവൻ, അബ്രാഹാം കണ്ടവൻ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണങ്ങൾ ഇതൊക്കെയാണ്. അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അന്ന് അവർക്കത് മനസ്സിലായില്ല.
അബ്രഹാമിന് മുമ്പേ ഞാനുണ്ടായിരുന്നു, അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നവനും അബ്രാഹാം കണ്ടവനുമായ യേശു ക്രിസ്തു, ദാവീദിന്റെ പുത്രനായിരിക്കുന്നവനും എന്നാൽ ദാവീദ് കർത്താവേ എന്ന് വിളിച്ചവനുമായ യേശു ക്രിസ്തു, മെൽക്കീസദേക്ക് പ്രീഫിഗർ ചെയ്ത് യേശു ക്രിസ്തു ആണ് ഇവനെന്നാണ് യഥാർത്ഥത്തിൽ ഈ ജനം വിളിച്ചു പറയുന്നത്. ദേവാലയ ശുദ്ധീകരണത്തെ കുറിച്ചാണല്ലോ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിശുദ്ധ ഗ്രന്ഥം നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം ഒരു ഒറ്റയാനെ പോലെ ഇവിടെ നിൽക്കുന്നു. മറ്റു 3 സുവിശേഷങ്ങളും സിനോപ്റ്റിക് എന്ന് പറയുന്നു, സമാന്തര സുവിശേഷങ്ങൾ എന്ന് പറയുന്ന തമ്മിൽ വലിയ സാമ്യങ്ങളുണ്ട്. നമ്മളിത് രണ്ടും വായിച്ചു പോകുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകാമെന്നല്ല, അങ്ങനെ രണ്ടും വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ 2 ദേവാലയ ശുദ്ധീകരണം നടക്കുന്നുണ്ട്. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ, അത് നമുക്കറിയാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം എന്ന് പറയുമ്പോൾ ഒരൊറ്റ അത്ഭുതമേ ചെയ്തിട്ടുള്ളൂ. ഒരൊറ്റ അത്ഭുതം. ഈശോയെക്കുറിച്ച് ഗലീലയിൽ മാത്രം ആൾക്കാർക്കറിയാം, വേറെ എങ്ങും ആൾക്കറിയില്ല. ഗലീലയിലാണല്ലോ അത്ഭുതം ചെയ്തിരിക്കുന്നത്, കാനായിലാണ് അത്ഭുതം ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഭൂപ്രകൃതിയൊക്കെ ഓർക്കണം കേട്ടോ. നമ്മുടെ ഈ ക്ലാസ്സുകൾ ഒന്നും ഒറ്റ കമ്പാർട്ട്മെന്റ് ആയിട്ട് കാണരുത്. ഇതിങ്ങനെ തുടർച്ചയായിട്ട് പോകുമ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചതൊക്കെ നമ്മൾ ടച്ച് ചെയ്യും. ഗലീലിൽ അങ്ങ് വടക്ക് ഗലീലിയിലെ കാനായിൽ ഒരു അത്ഭുതം ചെയ്തു. അപ്പൊ ഗലീലയിൽ ചെയ്ത അത്ഭുതത്തിന്റെ അലയൊലികൾ യൂദയായിലൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഈശോ എന്നാൽ ദേവാലയത്തിലേക്ക് കയറി വന്നിട്ട് അവന്റെ പ്രാഭവം യൂദയായിലെങ്ങും എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ ദേവാലയം ശുദ്ധീകരിക്കുക. ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ജനം വിലവയ്ക്കുവോ? ഒരു ചെറുപ്പക്കാരൻ, വെറും 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ ആരെന്ന് പോലും ജെറുസലേമിൽ ആർക്കും അറിയത്തില്ല. അവൻ ദേവാലയത്തിലേക്ക് കയറി വന്ന് ഈ ഇവിടെ കച്ചവടം നടത്തുന്ന, നിങ്ങൾക്കറിയാലോ, ഒരു ചന്തയിൽ കച്ചവടം നടത്തണമെങ്കിൽ എമ്മാതിരി ഗുണ്ടായിസം ഉണ്ടായിരിക്കണമെന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ പുറകിൽ പുരോഹിതന്മാരുടെ പിന്തുണയും കൂടെ, 2 ഗുണ്ടകൾ. ഈ ഇത്ര ശക്തിയുള്ള ഈ ആൾക്കാരെ പുറത്താക്കണമെങ്കിൽ എന്തായിരിക്കും ആ വ്യക്തിത്വം? ഈശോയെ റബ്ബി എന്നൊന്നും ആരും വിളിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ചുരുങ്ങിയ പക്ഷേ യൂദയായിലെങ്കിലും ഗുരു ഒന്നും വിളിക്കാൻ തുടങ്ങിയിട്ടില്ല. ഈ 2 ശുദ്ധീകരണങ്ങൾ തമ്മിലുള്ള ശുദ്ധീകരണത്തില് ഒരു സംഗതിയുടെ അഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണെന്നറിയാമോ? 1-ാമത്തെ ശുദ്ധീകരണത്തിൽ കയറുകൊണ്ടുള്ള ഒരു ചമ്മട്ടിയുണ്ട്. 2-ാമത്തെ ശുദ്ധീകരണത്തിൽ ചമ്മട്ടിയില്ല, അവന്റെ കണ്ണുകളേ ഉള്ളൂ. കണ്ണുകളെ ആവശ്യമായിരുന്നുള്ളൂ, ചമ്മട്ടിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ശുദ്ധീകരണത്തെക്കുറിച്ച് വില്യം ബാർക്ലേ പറഞ്ഞു, അവൻ വന്നപ്പോൾ അവന്റെ കയ്യിലിരിക്കുന്ന ചമ്മട്ടി കണ്ടതുകൊണ്ട് മാത്രമല്ല ആ ആടുമാടുകളെ കച്ചവടം ചെയ്തവരും നാണയമാറ്റക്കാരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. ഒച്ചാശാരിയുടെ കൈത്തലത്തിലെ തഴമ്പുകളും അവന്റെ കയ്യിൽ ഉരുണ്ട് കളിച്ചുകൊണ്ടിരുന്ന കൊട്ടുപടി പിടിച്ചിട്ടായ മസിലുകളും കണ്ടിട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ടത്. അല്ലാതെ ആ ജനം അങ്ങനെ പെട്ടെന്നൊന്നും പോകുകയില്ല. അമ്മാതിരി, നിങ്ങൾക്കറിയാം, ഈ ശബരിമലയിലൊക്കെ കച്ചവടം നടത്തുമ്പോൾ എമ്മാതിരി ഗുണ്ടകളാണെന്നറിയാമോ? അതുപോലെ തന്നെയാണ് ഇവരും. അങ്ങനെയുള്ള ആൾക്കാർ പോകണമെങ്കിൽ ശാരീരികമായിട്ട് നല്ല ശേഷിയുണ്ടെന്ന് അവർക്ക് തോന്നി, അതുകൊണ്ട് തന്നെയാണ് പോയത്. നമ്മൾ ഈ അഷേഴ്സ് എപ്പോഴും പറയും, ഇവിടെ പറഞ്ഞാൽ കേൾക്കാത്തവരുണ്ടെങ്കിൽ പോളിനെ വിടുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പോളൊക്കെ വന്നിട്ട് മാറിയിരിക്കാൻ പറഞ്ഞാൽ മാറാതിരിക്കാൻ പറ്റുമോ? ഇതുപോലെയാണ് ഈശോ വന്ന് ഈ ഇതൊക്കെ ഒന്ന് കുലുക്കി കഴിഞ്ഞപ്പോൾ അന്ന് ജനം ഇറങ്ങി ഓടി. 2-ാമത്തെ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് കേട്ടോ നമ്മളിപ്പോൾ പഠിക്കുന്നത് ഇവിടെ. കാരണം എന്ന് വെച്ചാൽ 1-ാമത്തെ ശുദ്ധീകരണവും 2-ാമത്തെ ശുദ്ധീകരണവും തമ്മിലുള്ള മാറ്റം, 1-ാമത്തെ ശുദ്ധീകരണത്തിന് തിയോളജിക്കലായിട്ടുള്ള, ദൈവശാസ്ത്രപരമായിട്ടുള്ള, ഒൻറ്റോളജിക്കലായിട്ടുള്ള മാനങ്ങളാണ്. അവൻ വെളിപ്പെടുത്തുകയാണ്, ശക്തിപൂർവ്വം വെളിപ്പെടുത്തുകയാണ് ഞാൻ ആരെ എന്ന്. കാരണം എൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത അവനെ വിഴുങ്ങി എന്ന് പറയുന്ന ആ ദൈവശാസ്ത്ര മാനമാണ് അവിടെ. 2-ാമത്തേതിന് ദൈവശാസ്ത്ര തലങ്ങളൊക്കെ ഉണ്ട്, സിംബോളിക് വാല്യൂ ആണ് കൂടുതലുള്ളത്. കാരണം നമ്മൾ പറഞ്ഞു, പ്രധാന പുരോഹിതൻ ചെയ്യുന്ന സിംബോളിക്കായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് അത്. അതിലേക്ക് ഞാൻ വരാം. എന്നാൽ ക്ലാസ്സുകൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ അതിന് ഞാൻ കൂടുതൽ ആ സമയത്ത് ഞാൻ വിശദീകരിച്ചോളാം, പേടിക്കണ്ട. അപ്പോൾ ഈ 2-ാമത്തെ ശുദ്ധീകരണമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മർക്കോസ് 11:11. അവൻ ജെറൂസലേമിൽ ദേവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് 12 കൂടെ ബഥാന്യയിലേക്ക് പോയി. He entered Jerusalem and went into the temple area. He looked around at everything and since it was already late, went out to Bethany with the 12.
അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു, അന്ന് നമ്മൾ ശ്രദ്ധിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, പെരിബ്ലെപ്പോ എന്ന് പറഞ്ഞൊരു വാക്ക് ഓർമ്മിക്കുന്നുണ്ടല്ലോ, ശ്രദ്ധയോടെ നോക്കി. ശരിക്കും പറഞ്ഞാൽ പെരിബ്ലെപ്സാന്തോ പാന്ത എന്നാ പറഞ്ഞിരിക്കുന്നത്. പെരിബ്ലെപ്സാന്തോ പാന്ത എന്ന് പറഞ്ഞാൽ പെരിബ്ലെപ്സാന്തോ അവൻ ശ്രദ്ധയോടെ വീക്ഷിച്ചു. ഈ വീക്ഷിച്ചു എന്ന വാക്ക്, നോക്കി എന്ന വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ നമുക്കത് ശരിക്കും മനസ്സിലാകും. പാന്ത എന്ന് പറഞ്ഞാൽ എവരിത്തിങ്, സകലതും ശ്രദ്ധയോടെ അവൻ പരിശോധിച്ചു എന്നാണ് ഈ വാക്ക്. നമ്മളിവിടെ നോക്കി എന്നാണ് പറയുന്നത് എങ്കിലും സകലതും ചുറ്റും നോക്കിയ ശേഷം എന്ന് പറയുന്നുവെങ്കിലും അതിൻ്റെ കൊണോട്ടേഷൻ വെച്ചിട്ടുള്ള മീനിങ്, അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം നോക്കി എന്നല്ല, പരിശോധിച്ചു എന്ന്. ഞാൻ വിശദീകരിക്കാം. അതിനെക്കുറിച്ച് ഞാൻ വരുന്നതിന് മുമ്പ് ഈ നോക്കിയ സ്ഥലത്തെക്കുറിച്ച് ഒന്ന് കാണിച്ചു തരാം. ഈ കച്ചവടം നടക്കുന്നത്, ഇത് ജെറൂസലേം ദേവാലയത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാതെ. ഇത് കുറച്ചുകൂടെ ദൂരെ എന്നുള്ള ചിത്രമാണ്. ദേവാലയം ആ മതിലുകൾക്കുള്ളിൽ കാണുന്നതാണ് ദേവാലയം. അതിൻ്റെ പുറത്ത് വിശാലമായിട്ട് കാണുന്ന ഒരങ്കണമുണ്ടല്ലോ, അതിനെ നടുക്ക് ഒരു മതിൽ തിരിച്ചിരിക്കുന്നതാണല്ലോ, ഒരു ചെറിയൊരു മതിൽ, ഒരു 4.5 അടി ഉയരമുള്ള ഒരു മതിലാണിത്. സോറഗ് എന്നാണ് ഈ മതിലിന് പറയുക. ഈ സോറഗ് എന്ന് പറയുന്ന മതില് അത് വെറും കല്ലുകൾ കൊണ്ട് പണിത ഒരു മതിൽ മാത്രമല്ല, ആ മതിലിന് ഇപ്പുറം വരെയാണ് വിജാതിയർക്ക് കടന്നു വരാവുന്നത്. അതിനപ്പുറത്തേക്ക് വിജാതിയർക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. ഇപ്പോൾ ആർക്കിയോളജിക്കലായിട്ടുള്ള പര്യവേഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം നമുക്ക് ആ മതിലിൽ ഇങ്ങനെ പല സ്ഥലത്തും കല്ലിൽ കൊത്തി വെച്ചിരുന്ന ഒരു നിർദ്ദേശം പലത് കിട്ടിയിട്ടുണ്ട്. വലിയ വലിപ്പമാണല്ലോ, നമുക്കറിയാലോ, 32 ഏക്കർ സ്ഥലമുണ്ട്. അതിൻ്റെ ചുറ്റും ഇങ്ങനെ പല സ്ഥലത്തെ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഈ മതിലിന്, ഈ സ്ഥലത്തിന് അപ്പുറത്തേക്ക് കടക്കുന്ന പുറജാതിക്കാരൻ്റെ ജീവന്റെ നഷ്ടത്തിന് അവൻ മാത്രമാണ് ഉത്തരവാദി എന്ന്. അതായത് ഈ 4.5 അടി മതില് കടന്ന് അപ്പുറത്തേക്ക് കാല് വയ്ക്കുന്നവനെ കൊന്നുകളയും. കൊല്ലുന്നത് ആരാ? ദൈവവും ദൈവത്തിന്റെ മാലാഖയൊന്നുമല്ല. ദൈവത്തിന്റെ മാലാഖ ആകെ ഒറ്റയാളെ കൊല്ലാൻ നിൽക്കുന്നുള്ളൂ, കയറി വരുന്ന അച്ഛനെ. അതിവിശുദ്ധ സ്ഥലത്ത് ജനമാണ് ഈ മതില് കടന്ന് വരുന്നവനെ കൊല്ലുന്നത്. ശരിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ പൗലോസ് പറഞ്ഞൊരു വാചകമുണ്ട്. അതിൻ്റെ ഇത്രയും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഞാനത് വായിക്കാം. എഫേസോസ് 13:14. എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ യേശു ക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ഏതാണെന്നറിയാമോ ഈ ശത്രുതയുടെ മതിലുകൾ എന്ന് പറയുന്നത്? സോറഗ്. ഈ മതിലാണ് തകർക്കപ്പെട്ടത്. വിജാതിയൊരു സഭയിലേക്ക് കടന്നു വരട്ടെ എന്ന് കർത്താവ് പറഞ്ഞതോടുകൂടി ഈ സോറഗ് എന്ന് പറയുന്ന ശത്രുതയുടെ മതിലുകളാണ് തകർക്കപ്പെട്ടത്. പല പ്രാവശ്യം വായിച്ചു പോയിട്ടില്ലേ എഫേസോസ് 13:14? ഇതാണ് സംഭവം. ഈ സ്ഥലത്ത് ഈ ശത്രുതയുടെ മതിലുകളുണ്ടല്ലോ, അതിന് തൊട്ട് പുറത്ത് വെച്ചാണ് ഈ മൃഗങ്ങളെ വിൽക്കുന്നതും നാണയമാറ്റം നടത്തുന്നതും ഒക്കെ ചെയ്യുന്നത്. ബലിമൃഗങ്ങളെ വിൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാം. ബലിമൃഗങ്ങളെ, പലതരം മൃഗങ്ങളെ ബലിയർപ്പിക്കാം. നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ചാണ്. കാളക്കുട്ടിയെ മുതൽ ആടിനെ മുതൽ ഇങ്ങനെ താഴേക്ക് കൊണ്ടുപോകും. ഏറ്റവും ചെറുത് ചെങ്ങാലിപ്രാവിനെ വരെ അവിടെ മേടിക്കാൻ കിട്ടും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് മുഴുവൻ തിരുനാളിന് ജെറൂസലേമിലേക്ക് ആൾക്കാർ വരണം. വരുന്നവരൊക്കെ ബലിയർപ്പിക്കുകയും വേണം. എന്തിനെങ്കിലും ബലിയർപ്പിക്കണം. നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ പറ്റുമോ? ഒരാടിനെയും കൊണ്ട് എത്യോപ്യയിൽ നിന്ന് ബലിയർപ്പിക്കാൻ വേണ്ടി ഒരു ആടിനെയും കൊണ്ട് വരുന്ന അവസ്ഥയൊന്ന് ആലോചിക്കേ. ഒരു കപ്പൽ നിറച്ച് പ്ലാവിലെയും കൊണ്ട് വന്നാൽ പോലും ഇവിടെ എത്തുമ്പോഴേക്കും ആട് തിന്ന് തീർക്കും. അപ്പൊ എന്താ ചെയ്യുക? ആൾക്കാർക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ, പൈസ കൊടുത്ത് മേടിക്കുക. അവിടെ നമുക്കറിയാമല്ലോ, ഇത് വലിയ പുണ്യപ്രവൃത്തിക്ക് വേണ്ടിയാണല്ലോ അവരിവിടെ ഈ കച്ചവടം നടത്തുന്നത്. തീ കൊള്ളയാണ് അവിടെ നടക്കുന്നത്. ശരിക്കും പിടിച്ചുപറിയാ നടക്കുന്നത്. ദൈവത്തിന്റെ പേരിൽ വലിയ പിടിച്ചുപറിയാ നടക്കുന്നത്. ഈ ഒരു അനീതിയെക്കുറിച്ച് അവന് നല്ല തീക്ഷ്ണതയുണ്ട് ഈശോയ്ക്ക്. ബലിമൃഗങ്ങൾ വിൽക്കപ്പെടുന്ന സ്ഥലത്ത് പിന്നെ നാണയമാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. എന്താ അവിടെ? ഈ ലോകത്തിലെ ഏത് ദേശത്തു നിന്നും നാണയങ്ങളും സ്വർണവും വെള്ളിയും ഒക്കെ ആയിട്ട് വരുന്നവർക്ക് അവരുടെ നാണയം അവിടെ ദേവാലയത്തിൽ ഇടാൻ പറ്റിയല്ല. അവിടെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുക. ടൈറിയൻ ഷെക്കൽ, ഒരു വെള്ളി നാണയം. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, 94% പ്യൂരിറ്റിയുള്ള വെള്ളി നാണയം. അത് മാത്രമേ അവിടെ ഇടാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് ഈ ടൈറിയൻ ദ്രാഗ്മ അല്ലെങ്കിൽ ടൈറിയൻ ഷെക്കൽ ഇടുന്നത്? എക്സ്ചേഞ്ച് പൈസ മേടിക്കാം അതിനുവേണ്ടി. കാരണം ഇവരൊരു ന്യായം പറയുന്നത് അന്യദേവന്മാരുടെ പടമുള്ള നാണയങ്ങൾ ദൈവത്തിനിടാൻ പാടില്ലെന്നാ.
പക്ഷേ ഈ ടൈറിയൻ ദ്രാഗ്മയിലും ഉണ്ട്, നമ്മൾ പറഞ്ഞു ഹെർക്കുലീസിന്റെ പടമുണ്ട്. അത് സാരമില്ല, നല്ല വെള്ളിയല്ലേ, അത് കാരണം സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നാണയം കൊടുത്ത് വേറൊരു ദൈവത്തിന്റെ നാണയം മേടിച്ചു വെക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഈശോയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈശോയുടെ പരസ്യ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. അവനവന്റെ സുവിശേഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈശോയുടെ പരസ്യ ജീവിതത്തെ നമ്മൾ ക്രൊണോളജിക്കലായിട്ട്, ചരിത്രപരമായിട്ട് ആദ്യം നടന്ന കാര്യങ്ങൾ ആദ്യം, പിന്നീട് നടന്ന കാര്യങ്ങൾ പിന്നീട് ഇങ്ങനെ പഠിച്ചു വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, ഈശോ ആദ്യം അവന് ചുറ്റുമുള്ള ഇസ്രയേൽക്കാരെയാണ് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. എന്തുകൊണ്ടാണത്? ഇസ്രയേലിനാണ് ഈ പ്രവചനങ്ങളെല്ലാം നൽകപ്പെട്ടത്. അതുകൊണ്ട് അവർക്ക് വളരെ എളുപ്പം അത് മനസ്സിലാക്കാൻ. നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. പിന്നീട് സമറിയാക്കാരെന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ നിന്നും പകുതിയോളം വേർപെട്ട് അന്യദേവന്മാരോടൊപ്പം പോയവരോടൊപ്പം സമറിയയിലെത്തി. പിന്നീട് വിജാതിയരിലേക്ക് അവൻ തന്റെ സുവിശേഷം പടർത്താൻ തുടങ്ങി. അപ്പൊ ഈശോയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഖ്യാപനവും കൂടിയാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താ അത്? യഹോവയെ തേടി പുറജാതികൾ വരുന്ന സ്ഥലത്ത് അവർക്ക് കടന്നു നിൽക്കാനായിട്ട് ആകെയുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കന്നുകാലിയെയും നാണയ കൈമാറ്റവും വെച്ചിട്ട് എൻ്റെ ജനം എവിടെ നിന്ന് പ്രാർത്ഥിക്കും? ദൈവത്തിന്റെ എക്കാലത്തെയും വലിയ വേദനയാണ് യഥാർത്ഥത്തിൽ ഈശോയോട് പ്രകടിപ്പിക്കുന്നത്. ഐസയ 56:7 എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്നറിയപ്പെടും. എൻ്റെ ആലയം കന്നുകാലി കച്ചവടത്തിനുള്ള സ്ഥലമാക്കി മാറ്റിയിരിക്കുക ഇപ്പോൾ. അതുകൊണ്ട് അവനോടും ശുദ്ധീകരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു സംഗതി. നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ കാഴ്ചപ്പാടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈശോ പെരിബ്ലപ്സാന്തോ പാന്ത എന്ന് പറഞ്ഞത് അവൻ അവിടെ വന്ന് എല്ലാം നോക്കിക്കണ്ടു, അപ്പൊ അവൻ അരിശമുണ്ടാക്കി, അതുകൊണ്ട് അവരെ അടിച്ചു പുറത്താക്കി. അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഇവനിതെല്ലാം നോക്കിക്കണ്ടു, എന്നിട്ട് അവൻ തിരിച്ചുപോയി. പിറ്റേ ദിവസമാണ് വന്നിട്ട് ദേവാലയം ശുദ്ധീകരിക്കുന്നത്. ഇതൊരു വലിയ പാഠമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താ അത്? പെട്ടെന്നുണ്ടായ ഒരു കോപത്തിന്റെ പ്രതികരണമല്ലത്. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു നല്ല മുറിവുണ്ടായി എന്നിരിക്കട്ടെ, അത് പഴുപ്പൊക്കെ ഉണ്ട് അതിൽ. നിങ്ങളോടുള്ള എൻ്റെ സ്നേഹത്തെ പ്രതി ഞാൻ ആ മുറിവൊക്കെ നോക്കി, എന്നിട്ട് ഞാൻ ആ സാരമില്ല കേട്ടോ, അല്ലെങ്കിൽ ഇത് സുഖമാകും കേട്ടോ എന്നൊക്കെ പറഞ്ഞെന്നിരിക്കട്ടെ. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? അതിലെ ക്രിയ എന്താണ്? നോക്കി. ഈ കയ്യുമായിട്ട് നിങ്ങൾ നല്ലൊരു ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു. ഡോക്ടർ ചെയ്യുന്നത് എന്താ? ഞാൻ ചെയ്യുന്നതൊക്കെ തന്നെ അയാളും നോക്കുന്നത്. പക്ഷെ നിങ്ങൾ നോക്കി എന്നാണോ പറയുക? അല്ല, പരിശോധിച്ചു എന്ന് പറയും. രണ്ടുപേരും കണ്ണുകൊണ്ട് തന്നെയാണ് നോക്കിയത്. ഇതാണ് മാറ്റം. ഈശോ നോക്കി എന്ന് പറയുമ്പോൾ ഡോക്ടർ നോക്കുന്നത് പോലെയാണ്. പരിശോധിച്ചു എന്നാണ് അതിനകത്ത്. ഞാൻ നോക്കിയിട്ട് സാരമില്ല എന്ന് പറഞ്ഞ സാധനം ഡോക്ടർ അങ്ങനെയല്ല ചെയ്തത്. അവിടെ ഗാംഗ്രീൻ ഉണ്ടെങ്കിൽ ഡോക്ടർ അതങ്ങ് മുറിച്ചു മാറ്റുകയായിരുന്നു. വേദനിക്കും. ഡോക്ടർ വേദനിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്താ അതിന്റെ ഉദ്ദേശം? ഡോക്ടർ ഈ ഗാംഗ്രീൻ മുറിച്ചു മാറ്റുന്ന വേദനയുണ്ടെങ്കിൽ പോലും അത് രോഗശാന്തിക്ക് കാരണമാകും. അതാണ് ഈശോ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നമ്മൾ കണ്ടു കമെറ്റ്സ്, പ്രധാന പുരോഹിതൻ പുളിപ്പുള്ള എന്തെങ്കിലും ദേവാലയത്തിലുണ്ടോ എന്ന് നോക്കും. അതുകൂടാതെ പൂപ്പലുണ്ടോ എന്ന് നോക്കും. ഇതിനെക്കുറിച്ച് പറഞ്ഞ ലേവ്യ പുസ്തകം 14, 33, 57 ഭവനം ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മളത് പഠിച്ചിരുന്നു, വിശദമായിട്ട് കണ്ടിരുന്നു. എവിടെയെങ്കിലും ഒരു ഭവനത്തിൽ പൂപ്പലുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പുരോഹിതനെ വിളിച്ചുകൊണ്ട് വരണം. അത് നിങ്ങൾ പിന്നൊന്ന് പോയി വായിച്ചു നോക്കാം, വിശദീകരിക്കാൻ സമയമില്ല. ഏതായാലും പുരോഹിതൻ വരുമ്പോൾ പൂപ്പലിന്റെ ആധിക്യമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ, സമയം കഴിഞ്ഞിട്ടും പൂപ്പൽ അവിടെ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് അറിയാമോ? എത്ര സ്ഥലത്ത് പൂപ്പലുണ്ടായിരുന്നോ അത്രയും സ്ഥലത്തെ കല്ലും കുമ്മായവും എല്ലാം പൊളിച്ചു മാറ്റി നഗരത്തിന് പുറത്തു കൊണ്ടുപോയി കളയണം. ആ ഭവനത്തിൽ പ്രവേശിച്ചവരും അത് തൊട്ടവരും പോലും അശുദ്ധരാ ഒരു ദിവസത്തേക്ക്. ഇത് മുറിച്ച് പൊളിച്ചു മാറ്റിയിട്ട് വീണ്ടും വേറെ കല്ലുകൾ കൊണ്ട് വേണം. എന്നിട്ടും ആ വീട്ടിൽ നിന്ന് പൂപ്പൽ പോകുന്നില്ലെങ്കിൽ ആ വീട് മുഴുവൻ പൊളിച്ചു കളയും. എന്നിട്ടോ ആ പൊളിച്ചു കളഞ്ഞ വീട് അവിടെ ഇടാൻ പാടില്ല. അത് നാട്ടുകാരെല്ലാം കൂടി എടുത്ത് പുറത്തു കൊണ്ടുപോയി കളയണം. അപ്പോ ദേവാലയത്തെ ശുദ്ധീകരിക്കുകയാണ്. ഈ കമെറ്റ്സ് എന്ന് പറയുന്ന പുളിപ്പിനെ എടുത്തു മാറ്റുകയും ദേവാലയത്തെ സമൂലം ബാധിച്ചിരിക്കുന്ന പൂപ്പലിനെ അവൻ തുടച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. പ്രധാന പുരോഹിതൻ എല്ലാ വർഷവും, നമുക്കറിയാം, നമ്മൾ കണ്ടതാണല്ലോ, എല്ലാ വർഷവും കൃത്യമായിട്ടൊരു ചടങ്ങ് പോലെ ചെയ്യുന്നതാണ് ഇത്. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ നോക്കി നടന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കും. അതാണ് ഈശോ ചെയ്യുന്നത്. എന്താ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത്? ഇതിന് സിംബോളിക് വാല്യൂ ഉള്ളതെന്ന് പറഞ്ഞത്, കളങ്കമില്ലാത്ത പ്രധാന പുരോഹിതനും കളങ്കമില്ലാത്ത ബലിവസ്തുവുമാണ് ഞാൻ എന്ന് ക്രിസ്തു പ്രഘോഷിക്കുക ചെയ്യുക. എന്തുകൊണ്ടാണ് ദേവാലയം ശുദ്ധമായിരിക്കേണ്ടത്?
നമ്മൾ വിശുദ്ധവാര ധ്യാനത്തിനിടയ്ക്ക് എപ്പോഴും എടുത്തു പറഞ്ഞൊരു വാചകമുണ്ട്, നിന്റെ സന്ദർശനദിനം നീ അറിഞ്ഞില്ല. എപ്പോഴാണ് കർത്താവായ ദൈവമായ കർത്താവ് നിന്നെ സന്ദർശിക്കുക? ഈ സന്ദർശനം എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാമല്ലോ. ദൈവമായ കർത്താവ് നിന്നെ സന്ദർശിക്കുന്നത് നിനക്ക് അറിയാൻ മേലാത്തത് കൊണ്ട് നമ്മൾ ഉണർവോടെ കാത്തിരിക്കണം. പഴയ നിയമത്തിൽ സന്ദർശനത്തിനായിട്ട് കർത്താവ് വരുന്ന നിമിഷങ്ങളെ ഉണ്ടല്ലോ, വലിയ ഭയത്തോടെയാണ് യഹൂദജനം കാത്തിരുന്നത്. കാരണം നീതിപൂർവ്വം അവൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള കഴിവ് ആർക്കുമില്ല എന്നവർക്കറിയായിരുന്നു, നീതിബോധം എന്നുള്ളത്. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയും? ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്നതുപോലെ ശുദ്ധീകരിക്കും. എസ്കറ്റോളജിക്കൽ ദൈവശാസ്ത്രന്മാർ, യുഗാന്ത്യ ദൈവശാസ്ത്രജ്ഞന്മാർ പലരും പറയുന്ന ഒരു സംഗതിയുണ്ട്, ഇത് ഇനിയും സംഭവിക്കാനിരിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് പറയുന്നുണ്ട്. ഒരു വലിയ സമൂലമായ ഒരു വിശുദ്ധീകരണം സംഭവിക്കുമെന്നും വെള്ളിയും സ്വർണവും ഉലയിൽ ഉരുക്കിയെടുക്കുന്നത് പോലെ ദൈവം തൻ്റെ സഭയെ പൂർണ്ണമായും നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് എസ്കറ്റോളജിക്കലായിട്ടുള്ള യുഗാന്ത്യ ദൈവശാസ്ത്രജ്ഞന്മാർ വലിയൊരു വിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞു വരുന്ന നിർത്തേണ്ട സംഗതി ഇതാണ്, യഹൂദരും പുറജാതികളും ഒന്നുപോലെ ദൈവത്തെ ആരാധിക്കുന്ന സഭയുടെ ആരംഭത്തിനൊരു ആമുഖം കൊടുക്കുകയാണ് ദൈവം ഇവിടെ. ഇനി മുതൽ ഈ സോറെഗിന്റെ മതിലുകൾക്ക് പുറജാതികളെ തടഞ്ഞു നിർത്താൻ അവകാശമില്ല എന്ന് മാത്രമല്ല, പുറജാതികൾ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥലത്ത്, ദൈവജനമിരുന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥലത്ത് ദൈവജനം പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടാകേണ്ടത് കന്നുകാലിയെ വിൽക്കാനുള്ളതല്ല എന്ന് ഈശോ പറയുകയാണ്. ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാനൊന്ന് പറയാം. മർക്കോസ് അത്തിമരത്തെ ശപിക്കുന്നത് പെരിബ്ലപ്സാന്തോ പാന്തയ്ക്കും ദേവാലയ ശുദ്ധീകരണത്തിനും ഇടയ്ക്കാണ് എന്നുള്ളത് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ആ രീതിയിൽ തന്നെ നമ്മളിപ്പോൾ ഇതിനെ കണ്ടുപോകാൻ പോകുന്നു കേട്ടോ. മത്തായി അപ്പോഴും അങ്ങനെയല്ല, തൊട്ട് മുമ്പായിട്ടാണ്. തലേ ദിവസം ബഥാനിയയിൽ നിന്ന് ഈശോ തിരിച്ചു വന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. ലോകത്തിലെ ഏറ്റവും നല്ല ഹോസ്റ്റാണ് മാർത്ത എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അപ്പോൾ മാർത്ത നന്നായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്താണ് ഈശോയെ വിട്ടതെങ്കിലും ഈശോയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഏതായാലും വിശക്കുന്ന ഈശോയെയാണ് ഇപ്പോൾ കാണുന്നത്. മർക്കോസ് 12:14. അടുത്ത ദിവസം അവർ ബഥാനിയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ അത് കേട്ടു. അത് കുറേ വാക്കുകളുണ്ട് നമുക്ക് പഠിക്കാൻ, നമുക്ക് ഒത്തിരി സൂചനകൾ നൽകുന്നത്. ഒന്ന്, നിറയെ ഇലകളുള്ള അത്തിമരം. റബ്ബർ തോട്ടം പരിചയമുള്ള ആൾക്കാർക്കറിയാം. ഒരു റബ്ബർ തോട്ടത്തിന്റെ മുതലാളി പറയുകയാണ് പണിക്കാരനോട്, എടാവേ ഇലയെല്ലാം പൊഴിഞ്ഞു, എന്നാൽ നമുക്ക് റബ്ബർ വെട്ട് തുടങ്ങുകയല്ലേ എന്ന് ചോദിച്ചാൽ മുതലാളി അപ്പം പിടിച്ചു കെട്ടി കുതിരോട്ടത്ത് കൊണ്ടുപോകും. കാരണം ഈ ഇല പൊഴിഞ്ഞ് നിൽക്കുമ്പോൾ റബ്ബർ വെട്ടാൻ പാടില്ല. ആ സമയത്ത് റബ്ബർ വെട്ടുകയില്ലാരും, ബുദ്ധിയുള്ളവരൊന്നും ചെയ്യല. ഞാൻ പറഞ്ഞു വരുന്നത്, നിറയെ ഇലകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതോടെ അത്തിമരത്തെക്കുറിച്ച് ധാരണയുള്ളവർക്ക് ഒരു ബൾബ് തെളിഞ്ഞു. ഇനി മർക്കോസ് 11:13 ഒന്ന് പ്രത്യേകം വരണം. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നിട്ട് കൂടി എന്ന് പറഞ്ഞു. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്നിട്ട് കൂടി ഈശോ അത്തിപ്പഴം നോക്കി പോകണമെങ്കിൽ നിങ്ങളും റബ്ബറും തമ്മിലുള്ള ബന്ധമല്ല ഈശോയും അത്തിയും തമ്മിലുള്ളത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഈശോയ്ക്ക് അത്തിമരത്തെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടല്ല. മർക്കോസ് 13, മത്തായി 24, ലൂക്ക 21 പറയുന്നൊരു വാചകമുണ്ട്, അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ, അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതായത് ഈശോയ്ക്ക് നല്ല ധാരണയുണ്ട് അത്തിമരത്തെക്കുറിച്ച്. അത്തി എപ്പോഴാണ് തളിർക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഈശോയ്ക്ക് അറിയാം. അത്തി തളിർക്കുമ്പോൾ അതിനോടൊപ്പം നടക്കുന്ന ബാക്കി അത്തിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാം. എന്ന് മാത്രമല്ല, കാലത്തിന്റെ മാറ്റത്തിന് സൂചന കൂടിയാണ് അത്തി തളിർക്കുന്നത് എന്ന് വരെ ഈശോയ്ക്ക് അറിയാം. അപ്പൊ ഈശോ തെറ്റിദ്ധരിച്ചിട്ട് പോയതാണ് എന്ന് കരുതാൻ പറ്റിയല്ല. ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു ഭാഗം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈശോ അത്തിപ്പഴത്തിന്റെ കാലമല്ലാതിരുന്നിട്ട് കൂടി അത്തിപ്പഴം ഉണ്ടോ എന്ന് നോക്കി ഈ അത്തിമരത്തിന്റെ അടുത്തേക്ക് പോയത് അത്തിയെക്കുറിച്ച് അവന് ധാരണയില്ലാത്തത് കൊണ്ടല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി
ഇങ്ങനെ നമ്മൾ പോയിട്ട് ഈ അത്തിയെന്ന് കാ പറിച്ചാൽ പ്രശ്നമുണ്ടോ? ഇത് ലാസറിൻ്റെയും മർത്തായുടെയും ഒന്നും അത്തിയല്ല എന്ന് വളരെ വ്യക്തമാണ്. കാരണം അവിടുന്ന് വീട്ടിൽ നിന്ന് പോകുന്നു, കുറേ ദൂരം പോകുന്നു, എന്നിട്ടാണല്ലോ അത്തി വന്നിരിക്കുന്നത്. വെറുതെക്കാരുടെ അത്തി പറിച്ചാൽ കുഴപ്പമുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം സമയക്കുറവുള്ളതുകൊണ്ട്. ഇസ്രയേലിലെ പൊതുവെ മധ്യപൗരസ്ത്യ ദേശത്തെ സാമൂഹ്യ നീതി അനുസരിച്ചുണ്ടല്ലോ, സാമൂഹ്യ രീതി അനുസരിച്ച് ഈ വഴിയരികിൽ നിൽക്കുന്ന എല്ലാ മരങ്ങളുടെയും ഫലം വഴിയെ പോകുന്നവർക്ക് പറിച്ചു കഴിക്കാം. ഒരു കുഴപ്പമില്ല, ആരും ഒരു കുറ്റം പറയുകയില്ല. നമ്മുടെ നാട്ടിലെ പോലെ വഴിവെട്ടി എറിയൊന്നുമില്ല. വഴിയരിയിൽ നിൽക്കുന്ന മരത്തിന്റെ ഫലം പറിക്കാം എന്ന് മാത്രമല്ല, നിയമാവർത്തനം 24:20 പറയുന്ന ഒരു സംഗതി ഉണ്ട്, കാലാ പെറുക്കാൻ പാടില്ല. കാലാ പെറുക്കാന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രധാന വിളവെടുപ്പ് കഴിയുമ്പോഴും കുറേ അന്നേരം മൂക്കാത്ത കുറേ ഫലങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും, കണ്ണിപ്പെടാത്ത കുറേ ഫലങ്ങളൊക്കെ നിൽക്കുന്നുണ്ടാവും. നമ്മുടെ നാട്ടിലെ പിശുക്കന്മാര് പിന്നെ ഒരിക്കൽ കൂടെ പണിക്കാരെ വിട്ടിട്ട് അത് ഒന്നുകൂടെ പറപ്പിച്ചെടുത്തോണ്ട് വരും. അതിനൊരു പേരുമുണ്ട്, കാലാ പെറുക്കുക എന്നാ പറയുന്നതും കൂടെ. ഇസ്രയേലിൽ അത് ഒരു പാപമാണ് കാലാ പെറുക്കുക എന്നുള്ളത്. കാരണം എന്താ, അത് അനാഥനും പരദേശിക്കും വിധവയ്ക്കും ഉള്ളതാണ്. ഇന്ന് മാത്രവുമല്ല, നല്ല സാമൂഹ്യ ബോധമുള്ള ആ കാലത്തെ ജനങ്ങൾ പലരും മനഃപൂർവ്വം കുറേ മരങ്ങളുടെ ഫലങ്ങൾ ശേഖരിക്കുകയാണ്. കാരണം ആ നാട്ടിൽ പട്ടിണി കിടക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ നിയമം അനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാതെ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണം പാപമായിട്ട് മാറും. അപ്പം അത് ഒരു ദാനം ചെയ്തതായിട്ട് അവർക്ക് തോന്നുകയും ചെയ്യരുത്, അവർക്കതെടുത്ത് കഴിക്കുകയും ചെയ്യാം എന്നുള്ള ആ മനോഹരമായ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് മനഃപൂർവ്വം കുറേ ഫലങ്ങൾ അവിടെ നിർത്തിയിടും. അതുപോലെ തന്നെ വഴിയരികിലുള്ള ഏത് മരത്തിൻ്റെയും ഫലം ആർക്കും കഴിക്കും. ഇനി അത്തി എന്ന് പറയുന്നത് ഇതാണ്. അത്തി ഈശോ കണ്ട അത്തിയാണിത്. അത്തി പടം കാണിക്കാൻ കാരണം നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും അത്തി എന്ന് പറഞ്ഞൊരു സാധനം വളർത്തുന്നത് കാട്ടത്തിയാണ്. ഒട്ടകം പോലും തിന്നാത്തി അതിൻ്റെ കാ തിന്നിട്ട് പലരും വയറിളക്കം പിടിച്ച് നാട്ടിൽ നടക്കുന്നുണ്ട്. അത് അത്തിയേ അല്ല, ഇതാണ് കേട്ടോ അത്തി. ഈ അത്തിയുടെ ഇല, നല്ല അത്തിയുടെ ഇല ഏതാണ്ട് ഒരു കൈപ്പത്തി പോലെ ഇരിക്കും, അതിനൊരു 2 സ്പ്ലിൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇതാണ് അത്തി. ഇതാണ് നമ്മുടെ നാട്ടിൽ നിങ്ങൾ അത്തി എന്ന് വയറിളകിയ സാധനം, കാട്ടത്തി. അത്തി ഇങ്ങനെ തടിയലൊന്നുമല്ല ഉണ്ടാകുക, ഇങ്ങനെ ശരം പായിട്ട്, ഇതിന് ശരം എന്നാണ് പറയുന്നത്, ശരത്തേലൊന്നും അല്ല അത്തി ഉണ്ടാകുക. അത്തി ഉണ്ടാകുന്ന ഇങ്ങനെയാണ് അത്തി കായ്ക്കുന്നത്. ഓരോ ഇലയുടെയും കവിളിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണമൊക്കെ ഉണ്ടാകും, ഒരു 5-6 എണ്ണമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അത്തി ഉണ്ടാകുക. ഇലയുടെ ആ കപ്പിങ്ങിലാണ് അത്തി കായ്ക്കുക. പഴുക്കുന്നവരെ അതിന് പച്ച നിറമായിരിക്കും, പഴുത്ത് കഴിയുമ്പോൾ ചിലതിന് പച്ച നിറമായിരിക്കും, ചിലതിന് ഇങ്ങനെ നിറം മാറും. ഇപ്പം അങ്ങനെ പലതരം അത്തികൾ. ഈ അത്തിക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ പുഞ്ച കായ്ക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? പുഞ്ച കായ്ക്കുക എന്ന് പറഞ്ഞാൽ ഓഫ് സീസൺ ആയിട്ട് കായ്ക്കുക. ഇപ്പം കുരുമുളകൊക്കെ സീസണിൽ നമ്മൾ പറിച്ചാലും തീരെയല്ലാത്ത പോലെ കുരുമുളക് ഉണ്ടാകും. ഇന്നത്തെ കാലത്തല്ല ഞാൻ പറയുന്നത്, പണ്ട് നന്നായിട്ട് കുരുമുളക് ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ നിറയെ ഇല കാണാൻ മേലാതെ കുരുമുളക് നിറഞ്ഞു നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഓഫ് സീസണിൽ അത് ഒന്നുകൂടെ കായ്ക്കും. അത് കൃഷിക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് 1 മാസത്തെ ശമ്പളം ബോണസ് കിട്ടിയെന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ പുഞ്ച കായ്ക്കുക എന്ന് പറയുന്നത്. ഈ അത്തിക്കൊരു പ്രത്യേകത, അത്തി പുഞ്ച കായ്ക്കും. പക്ഷേ ഇത് പുഞ്ച കായ്ച്ചതുമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ, പുഞ്ച കായ്ക്കുന്ന സീസണും ഈശോയ്ക്ക് അറിയാം. അത്തിയെക്കുറിച്ച് ഇത്ര ധാരണയുണ്ടല്ലോ. അപ്പോൾ പുഞ്ച കായ്ച്ചു എന്ന് കരുതി പോയതും അല്ല ഇത്. ഇനി ഞാൻ അത്തിയുടെ സ്വഭാവം പെട്ടെന്നൊന്ന് വിശദീകരിക്കാം, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. വസന്തകാലത്തിന് തൊട്ട് മുമ്പ്, അതായത് ഈ മാർച്ചിന് മുമ്പ്, വസന്തകാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അത്തിയുടെ ഇലകളെല്ലാം അങ്ങ് കൊഴിയും. കണ്ടാൽ ആ മരം ഉണങ്ങിപ്പോയെന്ന് തോന്നും, കമ്പുകൾ മാത്രമായിട്ട് അങ്ങനെ നിൽക്കും. എന്നിട്ട് ഇല കൊഴിഞ്ഞ് പുതിയ ഇല വരുന്നതിന് തൊട്ട് മുമ്പ് അതിലൊരു തരം ഒരു മുകുളങ്ങൾ പോലെ ഒരു സാധനം വരും. അതിന് താക്ഷ് എന്ന് ഗ്രീക്ക് ഭാഷയിലും പാഗിം എന്ന് ഹെബ്രായ ഭാഷയിലും പറയുന്ന ഒരു സാധനം. അത് ഇലയല്ല, കായുമല്ല, ഒരു തരം മുകുളങ്ങൾ ഇങ്ങനെ ഉരുണ്ടുണ്ടാകുന്ന ചെറിയ, അധികം വലിപ്പമൊന്നുമില്ല അതിന്. ഈ താക്ഷ് അല്ലെങ്കിൽ പാഗിം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് തിന്നാൻ കൊള്ളുന്ന സാധനം. അത് കായല്ല, അത് തിന്നാം. അതൊരു നല്ലൊരു വേറൊരു തരം രുചിയാണ്, ഒരു നല്ല രസമുള്ള രുചിയുള്ളൊരു സാധനമാണ്. കിളുത്തുപോയ തേങ്ങ നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോൾ അതിനകത്ത് പൊങ്ങെന്ന് പറയുന്നൊരു സാധനമുള്ളൂ, അത് തിന്നുന്ന പോലെ ഇരിക്കും ഈ താക്ഷ് എന്ന് പറയുന്ന സാധനം. അത് ഈ താക്ഷ് ഉണ്ടാകും. താക്ഷ് ഉണ്ടായി കുറച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ താക്ഷ് അങ്ങ് വരുന്ന ഒപ്പം തന്നെ അതിൻ്റെ ഇലകളും വരും. പക്ഷേ താക്ഷാണ് നമ്മൾ ആദ്യം കാണുക. അത് കഴിയുമ്പോഴേക്കും ഇലകൾ വളരെ പെട്ടെന്ന് വന്ന് അതിനങ്ങ് നിറയും. ഇലകൾ പൂർണ്ണമായിട്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ കായായിട്ടുമില്ല, ഈ താക്ഷ് അതിലുണ്ട് താനും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അറിയോ? ഈ കാ കണ്ടോ നിങ്ങൾക്ക്? വളരെ എളുപ്പമായി ഇത് കണ്ടുപിടിക്കാൻ.
ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും. അത്തിപ്പഴം പഴുത്തിട്ടുണ്ടെങ്കിൽ ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും. പക്ഷെ താക്ഷിന്റെ പ്രശ്നം അതല്ല. ഈ കാകൾ ഉണ്ടാകേണ്ട ഈ സ്ഥലത്ത് ഇവിടെയാണ് ഈ താക്ഷ് ഉണ്ടാകുന്നത്. ചെറിയ സാധനമാണ്. താക്ഷ് പറിക്കണമെങ്കിൽ വന്നിട്ട് ഇല ഇങ്ങനെ മാറ്റി 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 വേണം ഈ താക്ഷ് പറിക്കാൻ. പക്ഷെ അതിൻ്റെ രുചി ഒരു വേറെ തരം രുചി ആയതുകൊണ്ട് ആൾക്കാർക്ക് വലിയ ഇഷ്ടവുമാണ്. ഇത് സംഭവം പിടിയിട്ടല്ലോ. അപ്പോൾ ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയോടെ വീണ്ടും ഇലകൾ വന്നു. താക്ഷ് അതിനകത്തുണ്ട്. ഇലകൾ നന്നായിട്ട് നിറഞ്ഞു. ഇനി ആ ഇലകളുടെ ഒപ്പം താക്ഷ് നിന്ന സ്ഥലത്ത് ഒരു ബഡ് പോലെ ഈ കായ ഉണ്ടാകേണ്ട പൂ വരും. അപ്പോൾ ഈ താക്ഷ് ടങ്ങ് മറിഞ്ഞു വീഴും. നമ്മൾ പറിച്ചെടുത്തിട്ടില്ലെങ്കിൽ അത് താഴെ പൊഴിഞ്ഞു വീഴും. അതിൻ്റെ ചുവട്ടിൽ മുഴുവൻ പൂക്കൾ പോലെ ഇനി ഈ താക്ഷ് കിടക്കും. ആ സ്ഥാനത്ത് കായയുടെ പൂ വന്നു കഴിഞ്ഞു. പൂവെന്ന് പറയാൻ പറ്റില്ല, അത്തിയുടെ കായാണ് കേട്ടോ പൂവെന്ന് പറയുന്നത്. അത്തി പൂത്തിട്ട് ആ പൂവിൽ എന്തെങ്കിലും പരാഗണം നടത്തിയൊന്നും അല്ല അത്തിപ്പഴം ഉണ്ടാകുന്നത്. അത്തിപ്പഴമാണ് ശരിക്കും അതിൻ്റെ പൂവ്. അതിനെക്കുറിച്ച് പറയാൻ സമയമില്ല. നിങ്ങളൊന്ന് വീട്ടിൽ പോകുന്നത് പഠിച്ചു നോക്കിയോ. അത്തിപ്പഴത്തിനകത്തൊരു വണ്ട് കയറിയിട്ടാണ് അതിന് പരാഗണമൊക്കെ നടത്തുന്നത്. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ പറയാം. ആദ്യം ഇലകളെല്ലാം കൊഴിയുന്നു. ഇലകൾ കൊഴിഞ്ഞു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിൽ താക്ഷ് എന്ന് പറയുന്ന പാഗിം എന്ന് പറയുന്ന ചെറിയ മുകുളങ്ങൾ ഉണ്ടാകുന്നു. അത് വളർന്നു വരുന്നതിനൊപ്പം ഇലകളും അതിന് ചുറ്റും വളർന്നു വന്നു. വലിയ ഇലകൾ നിറഞ്ഞു കഴിയുമ്പോഴേക്കും താക്ഷ് പാകമാകും. ആൾക്കാരത് പറിച്ച് തിന്നും. പറിച്ച് തിന്നില്ല എങ്കിൽ അധികം താമസിയാതെ പുതിയ കാകൾ വരുന്ന സമയത്ത് അത് താഴെ വീണ് പോവുകയും ചെയ്യും. അപ്പോൾ ഈശോയുടെ മരണം നടന്നത് ഏത് മാസമാണ്? ഏപ്രിൽ മാസം. ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ മാസത്തിൽ എന്താണ് അത്തിയിലുണ്ടാവുക? താക്ഷ് ഉണ്ടാകും. അപ്പോൾ ഈശോ എന്തിനു വേണ്ടിയാണ് അത്തിയുടെ അടുത്തേക്ക് പോയത്? താക്ഷിന്. ഇനി താക്ഷിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇലകളിങ്ങനെ തളിർത്ത് നിൽക്കുന്ന അത്തിയിൽ താക്ഷ് ഉണ്ടെങ്കിൽ അതൊരു സൂചന കൂടിയാണ്. സ്നാപയോഹന്നാൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായ ഒരു സംഗതിയുണ്ട്. എന്താ അത്? ഈശോ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ പോലെയാ. ഒരു അത്തിമരത്തിൽ താക്ഷ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സീസണിൽ ഈ അത്തിയിൽ കായ ഉണ്ടാകുന്നു. മനസ്സിലായോ? താക്ഷ് അത്തിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് കായ്ക്കുന്ന അത്തിയ. ഒരത്തിയില് കായ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് അതിൽ താക്ഷ് ഉണ്ടാവും. താക്ഷ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ അത്തി കായ്ക്കാൻ പോകുന്നില്ല. ഇതിന്റെ ആ മാനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ എത്രയധികമാണ് ഇതിന്റെ അർത്ഥമെന്ന് സുവിശേഷകന്മാർ ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം കുറെ 2000 വർഷം കഴിഞ്ഞിട്ട് തലയ്ക്ക് വെളിവില്ലാത്ത നമ്മളെ പോലെ കുറെ ആൾക്കാരിരുന്ന് വായിക്കുമെന്ന് കരുതി എഴുതി വെച്ച സാധനമല്ല ഇത്. ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എഴുതിയതാ. അവർക്കത് വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വിശദീകരിച്ച ആൾക്കാർ എന്ത് ബോറടിപ്പിക്കാൻ വേണ്ടി ഇതെന്തിനു പറയുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അവർ വിശദീകരിക്കാത്തത്. അപ്പൊ തളിർപ്പുള്ള അത്തിമരം ഫലം തരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ താക്ഷ് ഉണ്ടാകും. കായ്ക്കാത്ത മരമാണെങ്കിൽ അതിൽ താക്ഷ് ഉണ്ടാവുകയുമില്ല. അതുകൊണ്ടാണ് മർക്കോസ് 11:13 പറഞ്ഞത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു, എന്നിട്ട് കൂടി അവൻ അത്തിമരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോയി. എന്താ, ആട് തിന്നുന്ന ഇല തിന്നാൻ പോയതാണോ ഈശോ? അല്ലല്ലോ. എന്തെങ്കിലും തിന്നാൻ അത്തിമരത്തില് നമ്മുടെ കണക്കനുസരിച്ച് കായ അല്ലെങ്കിൽ ഇലയേ ഉള്ളൂ. അത് തിന്നാനും പറ്റിയല്ല. തിന്നാവുന്ന ഒരു സാധനവും ഉണ്ടായിരുന്നു, താക്ഷ്. ഈ അത്തിയെക്കുറിച്ച് ഇത്രയെങ്കിലും നമ്മൾ പഠിക്കാതെ ഈ ഉപമയുടെ അർത്ഥം നമുക്ക് മനസ്സിലാകുകയില്ല. ഇപ്പൊ പെട്ടെന്ന് ഡയമെൻഷൻ മാറിയത് കണ്ടോ? നമുക്ക് വേറൊരു മാനം കിട്ടുകയാണ് ഇവിടെ. പിന്നെ ഇത് കൂടാതെ ഈ വിശുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം അത്തി, മുന്തിരി, അതിന് ദൈവശാസ്ത്ര മാനങ്ങൾ ഒത്തിരിയുണ്ട്. അത്തിയുടെയും മുന്തിരിയുടെയും ഫലങ്ങൾക്ക് ദൈവശാസ്ത്രപരമായ അർത്ഥമുണ്ട്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പെട്ടെന്ന് പറയാം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ദൈവശാസ്ത്രത്തിൻ്റെയൊക്കെ വികാസത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാകും, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നല്ല എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാവും. അത് നമുക്ക് മനസ്സിലാകാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് നമുക്കൊരു 10,000 വർഷത്തെ ദൈവശാസ്ത്രത്തിൻ്റെ ആ ഡെവലപ്മെൻറ്റിൻ്റെ പിന്തുണയുണ്ട്. യേശുക്രിസ്തുവിൻ്റെയും ശ്രീഹന്മാരുടെയും സഭയുടെയും പഠനത്തിൻ്റെ പിൻബലവുമുണ്ട്. എന്നാൽ പഴയ നിയമത്തിലെ ജനത്തെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നില്ല. ഒരു രോഗം വരുന്നത് പോലും ദൈവത്തിന്റെ ശാപമാണെന്ന് അവർ കരുതിയിരുന്നത്. എവിടെയോ ഒരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന്. വിശുദ്ധത്തിൽ വേറെ എങ്ങും കാണാനില്ല അങ്ങനെ ഒരു ഉദാഹരണം. ബാക്കിയെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ അടയാളം എന്താ? ആടുമാടുകൾ പെറ്റുവരികി, ഒട്ടകക്കൂട്ടങ്ങൾ ഉണ്ടായി, മക്കൾ ഇഷ്ടം പോലെ ഉണ്ടായി, വലിയ സമ്പത്തുണ്ടായി. ഇതൊക്കെ ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദൈവം ശപിച്ചു, ദൈവം അനുഗ്രഹിക്കുന്നില്ല. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടെയാണ് പഴയ നിയമത്തില്
ഈ ഫലങ്ങൾ എന്ന് പറയുന്നത് അനുഗ്രഹവും ഫലമില്ലായ്മ എന്ന് പറയുന്നത് അനുഗ്രഹമില്ലായ്മയുമായിട്ട് മാറുന്നത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടോട് നമ്മൾ മനസ്സിലാക്കണം. ഹോസിയ 9:10 മരുഭൂമിയിൽ അത്തിവൃക്ഷത്തിലെ ആദ്യത്തെ കായ്ഫലം പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. ഒരു കൃഷിക്കാരന്റെ മനസ്സിൽ മരുഭൂമിയിൽ നട്ടു വളർത്തിയ ഒരു അത്തിമരം, അത് വളരാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് വളർന്നു, തഴുത്ത് വളർന്നു, എന്നിട്ട് അതിൽ ആദ്യത്തെ കായ്ഫലം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന സന്തോഷം എത്ര അധികമാണെന്നറിയാമോ? കാരണം ഒരു കൃഷിക്കാരന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ ആദ്യ ഫലം വരുന്നതിൻ്റെ ആ ഒരു സന്തോഷം. ആദ്യത്തെ കുഞ്ഞ് നമ്മുടെ മനസ്സിൽ നിന്ന് പോകാത്തതുപോലെ ആദ്യത്തെ ഫലം കൃഷിക്കാരൻ്റെ മനസ്സിൽ നിന്ന് പോവുകയില്ല. അങ്ങനെ ദൈവത്തെ കാണുകയാണ്. മരുഭൂമിയിൽ അത്തിവൃക്ഷത്തിലെ ആദ്യ ഫലം പോലെ, അത്തിവൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ ആ ദൈവശാസ്ത്ര മാനം. ജെറമിയ 8:13 കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, എന്നാൽ മുന്തിരിച്ചെടിയിൽ പഴമില്ല, അത്തിവൃക്ഷത്തിൽ കായകളുമില്ല, ഇല പോലും വാടിക്കൊഴിഞ്ഞു. അപ്പോഴോ അത് നാശത്തിന്റെ ലക്ഷണമാണ്. അവർക്കെതിരെ ഞാൻ വിനാശകനെ അയക്കും. കാരണം ഫലം പ്രതീക്ഷിക്കുന്നുണ്ട് ദൈവം, ഫലമില്ല എന്നുള്ളത് അനുഗ്രഹമില്ലാത്തതിൻ്റെ അടയാളമാണ്. മുന്തിരിയുടെ ഫലവും അത്തിയുടെ ഫലവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലുള്ള ഗുണങ്ങളെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ, ദൈവം കണക്ക് ചോദിക്കുന്ന കുറേ ഗുണങ്ങളുടെ അടയാളമായിട്ടാണ് പഴയ നിയമത്തിൽ കാണുക. അത്തിപ്പഴം എന്ന് പറയുമ്പോൾ വെറും ഒരു പഴമല്ല അത്. അത്തിപ്പഴം അല്ല മുന്തിരിപ്പഴം എന്ന് പറയുമ്പോൾ അത് വെറും ഒരു പഴമല്ല. അത് നമ്മളിലുള്ള നന്മയുടെ ഒരു പ്രകാശനം കൂടിയാണ്. ദൈവം അത് പ്രതീക്ഷിക്കുന്നുണ്ട് പഴയ നിയമത്തിനെ സംബന്ധിച്ചെങ്കിലും. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും അത്തിമരത്തെ ശപിക്കുന്ന ആ ഭാഗമുണ്ട്, എന്നാൽ ലൂക്കായിൽ ഇല്ല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ലൂക്കായിലുള്ള ഒരു ഭാഗമുണ്ടെന്ന് നമ്മളൊന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ. അതൊരു നാടകീയ ആവിഷ്കാരമാണെന്ന് പറഞ്ഞ് ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. ലൂക്ക 13:6-9. ലൂക്ക 13:6-9 ഫലം നൽകാത്ത അത്തിവൃക്ഷം. അവൻ ഈ ഉപമ പറഞ്ഞു, ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു, അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. പഴങ്ങൾ കണ്ടില്ല എന്നല്ല, അവൻ പഴമുണ്ടോ എന്ന് നോക്കാൻ വന്നു, പഴങ്ങൾ കണ്ടില്ല എന്നല്ലേ അടുത്ത വാചകം വരേണ്ടത്. എന്നാൽ എഴുതിയിരിക്കുന്നത് എന്താ? ഒന്നും കണ്ടില്ല. ഏതായി ഒന്നും എന്ന് പറഞ്ഞത്? പഴവും കണ്ടില്ല, താക്ഷ്യം കണ്ടില്ല, ഒന്നും കണ്ടില്ലെന്നേ. പഴം കണ്ടില്ല പോട്ടെ, താക്ഷുണ്ടോ? അതുമില്ല. അതാണ് ഈ അർത്ഥം, ഒന്നും കണ്ടില്ല. ലൂക്ക വളരെ രസകരമായിട്ട് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ 1 വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളയുക. ഇത് നടന്നതെന്നാ? അവസാന ആഴ്ചയിലല്ല, ഹോളി വീക്കിലല്ല. ഈ ലൂക്കായുടെ ഉപമ സംഭവിക്കുന്നത് കുറേ മുമ്പാ. അതിന് കാലഗണന പ്രകാരമുള്ള സമയദൈർഘ്യം മാത്രമല്ല അതിനുള്ളത്. അതായത് ക്രൊണോളജിക്കലായിട്ട് ഇത് 2 വർഷം അല്ലെങ്കിൽ 1 വർഷം മുമ്പ് നടന്നതാണ്. അതിനുശേഷം 1 വർഷമൊന്നല്ല കാണേണ്ടത്. മുൻകൂട്ടി കൊടുക്കാവുന്നതെല്ലാം കർത്താവ് കൊടുത്തു കഴിഞ്ഞു എന്ന് അതിൻ്റെ അർത്ഥം. വെള്ളമൊഴിച്ചു, വളമിട്ട് കൊടുത്തു, കാത്തിരിക്കുകയും ചെയ്തു. വളം കൊടുത്ത വളത്തിന്റെ ഗുണം കൊണ്ട് കായ്ക്കേണ്ട സമയം കൂടെ കാത്തിരുന്നു, എന്നിട്ടും ഫലമില്ല. പിന്നെ എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പിന്നെ വെട്ടിക്കളയാം. ദാനിയേലിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ദാനിയേൽ 5:25 ഭിത്തിയിൽ എഴുതിയത് മെനെ തെക്കേൽ ഫാർസീൻ എന്ന് പറഞ്ഞത്, അളന്നു തൂക്കി കുറവ് കണ്ടെത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വിഭജിച്ചു കൊടുത്തു എന്ന് വ്യാഖ്യാനിക്കുന്നത്, അതേത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? പറയണ്ട. ആ ഭാഷ ഏതാന്ന് ഇതുവരെ ആർക്കും പിടികിട്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞറിയാം, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല ഈ വചനപ്രഘോഷണ വേദികളിൽ ആൾക്കാർ അടിച്ചുവിടുന്ന പൊട്ടത്തരങ്ങൾ. അപ്പം ചിലപ്പോൾ ഇത്രയൊക്കെ വായിച്ചു വരുമ്പോൾ മെനെ തക്കേൽ പരേഷ് പേർഷ്യൻ ഭാഷയിലാണെന്നൊക്കെ ചിലപ്പോൾ ഒന്ന് പറഞ്ഞു കളയും. എന്നാൽ ആ സമയത്താണല്ലോ നടക്കുന്നത്. അങ്ങനെ ഒരു ഭാഷ ദൈവശാസ്ത്രന്മാർക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല അത് ഏത് ഭാഷയാണെന്ന്. അപ്പോൾ അങ്ങനെ ഒന്നും കടന്ന് പറയണ്ടെന്ന് പറയാൻ വേണ്ടി ഒന്ന് അടക്കിയതാ. അപ്പോൾ ദാനിയേൽ 5:25 മെനെ തെക്കേൽ ഫാർസീൻ എന്ന് പറയുന്നത് ബെൽഷാസർ കേൾക്കുന്നില്ല. ഇനിയും കേൾക്കാനിരിക്കുന്ന ദാരിയൂസിന്റെ ഒട്ടകപ്പട്ടാളത്തിന്റെ കുളമ്പടിയുടെ ശബ്ദം ബെൽഷാസർ കേട്ടിട്ടില്ല. പക്ഷേ അവന്റെ പ്രവചന കാതുകളിൽ ദാനിയേൽ അത് കേട്ട് കഴിഞ്ഞിരിക്കുന്നു. അതാണ് ദാനിയേൽ പറഞ്ഞത്. മെനെ തെക്കേലു ഫാർസീൻ എന്ന് എഴുതിയിരിക്കുന്ന അവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും കണ്ടു, ആർക്കും അതിന്റെ അർത്ഥം മനസ്സിലായില്ല.
ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം അതെന്തായിരുന്നു എന്നറിയാമായിരുന്നു. മീദിയാക്കാരനായ ദാരിയൂസ് അവന്റെ ഒട്ടകപ്പട്ടാളവുമായിട്ട് വരുന്നുണ്ട് എന്ന് രാജാവിനോ രാജാവിന്റെ ചാരന്മാർക്കോ യാതൊരു സൂചനയും കിട്ടുന്നതിന് മുമ്പ് ദൈവമായ കർത്താവ് അവന്റെ പ്രവചനത്തിന്റെ കാതുകളിൽ പറഞ്ഞു കൊടുത്തതാണ് മെനെ മെനെ തെക്കേൽ പെരാസീന്റെ അർത്ഥം. ഇതുപോലെ തന്നെ യേശുക്രിസ്തു യഥാർത്ഥത്തില് ഫലം തരാത്ത അത്തിവൃക്ഷങ്ങൾ, ഈ അത്തിവൃക്ഷം എന്താണെന്ന് ഇനിയിപ്പോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, ഒരു മരമല്ലല്ലോ. ഫലം തരാത്ത അത്തിവൃക്ഷങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈശോയുടെ ഉപദേശത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. പരസ്യ ജീവിതത്തിന്റെ അന്ത്യമായി. ഫലം തരാത്തവ എങ്ങനെയാണ് വിധിക്കപ്പെടുക എന്ന് പറഞ്ഞു തരിക. അതായത് ഈശോ നമ്മുടെ പ്രബോധനങ്ങളിലൂടെ നൽകാനുള്ളതെല്ലാം കഴിഞ്ഞു, പ്രവൃത്തിയിലൂടെ നൽകേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, മനുഷ്യരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത് മുഴുവൻ നൽകി കഴിഞ്ഞു. ഫലം തരാത്ത വൃക്ഷങ്ങൾക്ക് ദീർഘിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വർഷവും കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു വർഷത്തെ നമ്മൾ 305 ദിവസം നല്ല കാണേണ്ടത്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഫലം തരാത്ത വൃക്ഷങ്ങൾക്ക് ദീർഘിച്ചു കൊടുത്തിരിക്കുന്ന സമയവും കഴിഞ്ഞു. ഈ നിയോ ബാബിലോണിയൻ സാമ്രാജ്യത്തെ മീദിയാക്കാരനായ ദാരിയൂസിന്റെ ഇനിയും വരാനിരിക്കുന്ന ഒട്ടകപ്പട്ടാളം വന്ന് നശിപ്പിക്കുന്നത് ബെൽഷാസർ രാജാവിന് മനസ്സിലാകാതിരുന്നത് ദാനിയേലിന് മനസ്സിലായതുപോലെ ഫലം നൽകാത്ത, ടാക്ഷിന്റെ സൂചനകളില്ലാത്ത അത്തിവൃക്ഷങ്ങൾക്ക് വരാൻ പോകുന്നത് എന്താണെന്ന് ഈശോ മുൻകൂട്ടി പറയുകയായി ചെയ്തത്, ശപിക്കുകയല്ല. അത് വിശദീകരിക്കാൻ അത് കണ്ടു കഴിഞ്ഞാലേ അതിന്റെ മനസ്സിലാവുള്ളൂ. അത് വിശദീകരിച്ചോളാം, അപ്പോഴത് കൃത്യമായിട്ട് മനസ്സിലാവും. എത്ര പരിപാലിച്ചിട്ടും ഫലം നൽകാത്ത മരങ്ങൾക്ക് നമ്മൾ പലപ്പോഴും കരുതും ദൈവം ശിക്ഷിക്കുകയാണ് എന്ന്. പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈശോ ഇങ്ങനെ ഒരു സിംഹാസനത്തിലിരിക്കുന്നു, മരിച്ച ആൾക്കാരെല്ലാം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇന്ന കാര്യങ്ങൾ, വൃത്തികേടുകളൊക്കെ നീ ചെയ്തു കാരണം നീ നരകത്തിൽ പോവുക, ഇന്ന നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നീ സ്വർഗത്തിൽ പോവുക എന്ന് ഈശോ പറയുന്നു. അങ്ങനെയല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എന്നാൽ സ്വർഗത്തിലും നരകത്തിലും പോകുകയെന്നല്ല, ഈശോ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാ എന്ന് പറയുന്ന പരിപാടിയില്ല എന്ന്. പിന്നെ അതെങ്ങനെയാണ് തീരുമാനിക്കുക? നമ്മൾ തന്നെയാണ് തീരുമാനിക്കുക. നമ്മൾ തന്നെയാണ് അത് തീരുമാനിക്കുക. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈശോ ശപിക്കുകയോ വിധിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. ഫലം നൽകാത്തതിനൊരു ഒറ്റ വിധിയേ ഉള്ളൂ, അത് കടക്കൽ കോടാലി വയ്ക്കപ്പെടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ തീയിലെരിയപ്പെടുക എന്നുള്ളതാണ്. അതാണ് ഈശോ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത്തിമരത്തെ ശപിക്കുന്നു എന്ന് പറയുന്നത് വിശ്രന്ത ഭാഗങ്ങൾ എടുത്തു നോക്കിയാൽ നിൽക്കുക, ആ ഭാഗത്ത് തലക്കെട്ടുണ്ടെങ്കിൽ അത്തിമരത്തെ ശപിക്കുന്നു. ഈ ശാപമാണ് നമ്മൾ ഈ പൊക്കി നടക്കുന്നത്. നിങ്ങൾക്കറിയാലോ, വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തിയ കാലത്ത് തലക്കെട്ടുകളില്ലായിരുന്നു, ഈ ഹെഡിങ്ങുകളില്ല. വിശുദ്ധ ഗ്രന്ഥം എഴുതിയ സമയത്ത് ഹെഡിങ് ഇല്ല. എന്തിന്? ചാപ്റ്റർ ഇല്ല, അധ്യായവും വാക്യവും പോലും ഇല്ല. അതൊരൊറ്റ അടിക്കിങ്ങനെ മൊത്തം എഴുതി വെച്ചിരുന്നതാ. പിന്നീട് ഇതൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ബൈബിൾ ശാസ്ത്രജ്ഞന്മാര് അതിന് അധ്യായങ്ങൾ കൊടുത്തു ആദ്യം, പിന്നെ അതിന് വാക്യങ്ങൾ കൊടുത്തു, പിന്നെ പ്രിന്റ് ചെയ്യുന്ന സമയം വന്നപ്പോഴാണ് ഈ ഹെഡിങ്ങുകളൊക്കെ കൊടുത്തത്. അത് പിന്നീട് സംഭവിച്ച സംഭവമാണ്. അപ്പോൾ ഈ പ്രിന്റ് ചെയ്ത് വന്ന സമയത്ത് നമ്മളായിട്ട് അതിനത് ശപിക്കുന്നു എന്ന് എഴുതി വെച്ചാൽ, ഞാൻ വിശദീകരിക്കാം, പെട്ടെന്ന് കാണാം. ഈ സംഭവങ്ങൾ പറയുന്നതിനിടയ്ക്ക് ഈശോ ശാപം എന്ന വാക്കേ ഉച്ചരിക്കുന്നില്ല. കത്താര എന്നാണ് ശാപം, ഗ്രീക്ക് ഭാഷയിൽ കത്താര. കത്താര എന്ന വാക്ക് ഈശോ ഉപയോഗിക്കുന്നേയില്ല. ഇനി നിന്നിൽ നിന്നും ആരും ഫലം കഴിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നു. ഇതിനെ കണ്ട് പിന്നീട് സ്വന്തം കയ്യിൽ നിന്ന് പത്രോസ് ഇട്ട് കൊടുത്തതാണ് ഈ ശാപം. അതാണ് നമ്മൾ ഈ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഈശോ അങ്ങനെ ഒരു സംഭവമേ ചെയ്തിട്ടില്ല. നീ ശപിച്ച അത്തിവൃക്ഷം, ഹേ സിഖൻ കത്തരാസോ, നീ ശപിച്ച അത്തിവൃക്ഷം. അതായത് ഈശോ പറഞ്ഞത് ആംബിയർ പോരാത്തതുകൊണ്ട് പത്രോസിന് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഇച്ചിരി ആംബിയർ കൂട്ടിക്കൊടുക്കും. ഈശോ കുരിശുമരണത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പത്രോസ് പറഞ്ഞില്ല, മിണ്ടായിരിക്കും, ആൾക്കാർ കേൾക്കും, നീ ഉണ്ടായിരിക്കും എന്നൊക്കെ പത്രോസ് പറഞ്ഞ ഓർമ്മയില്ലേ? ഇതാണ് പത്രോസിന്റെ ഒരു സ്വഭാവമാണിത്. അപ്പൊ ഈ ശാപം എന്ന് പറയുന്ന പത്രോസിന്റെ ഒരു കൂട്ടിച്ചേർക്കല, ഒരു റെട്രോസ്പെക്റ്റീവ് ആയിട്ട് കൊടുത്തിരിക്കുന്ന, അതായത് ഈശോ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ തിരിച്ചു പോയിട്ടൊരു ലേബൽ കൊടുത്തതാണ് ഈ ശാപം എന്ന് പറയുന്നത്. അത് ഞാൻ നിങ്ങൾക്കെല്ലാം ഉള്ളൊരു സ്വഭാവമാണ്, നമുക്കെല്ലാം ഉള്ളൊരു സ്വഭാവമാണ്. 5ാമത്തെ സന്തോഷത്തിന്റെ രഹസ്യം എന്താ? അറിയാവുന്നവർ പറഞ്ഞാൽ മതി, വെറുതെ പറഞ്ഞ് ഫൗളാകാൻ നിൽക്കണ്ട. എന്താ അത്? 12ാമത്തെ ദിവസത്തിൽ ഉണ്ണീശോയെ കാണാതെ പോയപ്പോൾ 3-ാം ദിവസം ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി ഈ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ? നമ്മൾ നമ്മുടെ സ്വഭാവം വെച്ച് പറഞ്ഞ സാധനമാണ് തർക്കിച്ചിരിക്കുന്നത് കണ്ടെത്തി. നമ്മുടെ വേലിയുടെ അപ്പുറം ഇപ്പുറം നിന്നിട്ട് മറിയച്ചേടത്തെയും അന്നമ്മച്ചേടത്തെയും കൂടെ തർക്കിക്കുകയല്ലേ? അത് ഈശോയ്ക്കിട്ട് കൊടുത്തതാണ് നമ്മൾ. ലൂക്ക ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 3 ദിവസങ്ങൾക്ക് ശേഷം
അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ രണ്ടും എന്താണ് എല്ലാ ദിവസവും യൂണിവേഴ്സിറ്റി ചെയ്യുന്നതെന്ന് ചോദിക്കുക. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുക, ഇവരെന്താ ചെയ്യുന്നത്? അവർ ദിവസവും രാവിലെ കോട്ടും സൂട്ടും ഒക്കെ ആയിട്ട് ചെല്ലും, ക്ലാസ്സിൽ ചെല്ലും, പിന്നെ പിള്ളേരോട് തർക്കിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആരെങ്കിലും പറയും? അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കും, പിള്ളേർക്ക് മനസ്സിലായില്ല, അവർ ചോദ്യങ്ങൾ ചോദിക്കും, അവർക്കത് മനസ്സിലായെന്നറിയാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കും. ഇതിനകത്ത് എവിടെയാ തർക്കം? ഇത് തന്നെയാണ് സംഭവിച്ച 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച്. അവിടെ ഹിലേലിനെ പോലെയുള്ള, ശിമയോനെ പോലെയുള്ള വലിയ യഹൂദ പാരമ്പര്യത്തിലെ മഹാരഥികളായിട്ടുള്ള വലിയ ജ്ഞാനികള്, ശിമയോൻ, ഹിലേലിന്റെ മകൻ ശിമയോന്റെ മകനാണ്. നമ്മൾ ഇന്നാൾ കണ്ടല്ലോ, ഗമാലിയേല്, കുഞ്ഞി ഗമാലിയേൽ, ഈശോയുടെ പ്രായമുള്ളൂ, അവരും 12 വയസ്സൊക്കെ കാണുകയുള്ളൂ. ഈ വലിയ വലിയ ശാസ്ത്രികളോട് അവൻ ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയും, 12 വയസ്സുള്ള കൊച്ചേ അവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നതിനെയാണ് നമ്മൾ തർക്കമാക്കി മാറ്റി വെച്ചിരിക്കുന്നത്. ആലോചിച്ചൊക്കെ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വാക്കുകൾ സംസാരിച്ചതാ, അല്ലാതെ വിശ്രദ്ധത്തിലുള്ള സാധനം അല്ലാതെ. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണല്ലോ ഈ തർക്കം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പത്രോസ് ശപിക്കുക എന്നുള്ള വാക്കങ്ങ് ഡൊണേറ്റ് ചെയ്തതുപോലെ നമ്മൾ ഇട്ടുകൊടുത്തതാണ് ഈശോ തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ തർക്കിക്കുകയല്ല, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. ഇനി അത് മാത്രമല്ല, ഈ മൂലപദത്തിനെയും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈശോ ഉപയോഗിച്ച മൂലപദത്തിന്റെ അർത്ഥം ശപിക്കുക എന്നല്ല, കത്താര എന്നല്ല എന്ന് പറയുന്നത് ഓർമ്മയുണ്ടല്ലോ. നമുക്ക് ഈ ഹോളി വീക്കിലെ ആ സ്കെഡ്യൂൾ പെട്ടെന്നൊന്ന് കാണണം. നീസാൻ മാസം 9-ാം തീയതി പാം സൺഡേ, അന്നാണ് രാജകീയ പ്രവേശനം നടക്കുന്നത്. ആ ദിവസമാണ് രാജകീയ പ്രവേശനം നടന്ന ദിവസമാണ് ഈ പെരിബ്ലപ്സാന്തോ പാന്ത എന്ന് പറയുന്ന എല്ലാം ശ്രദ്ധിച്ചു നോക്കി, എല്ലാം അവൻ വളരെ സൂക്ഷ്മതയോടെ പരിശോധിച്ചു, വീട്ടിൽ പോയി. പിറ്റേ ദിവസം നീസാൻ മാസം 10-ാം തീയതി, അതായത് തിങ്കളാഴ്ച, തിരിച്ച് വീണ്ടും ജെറൂസലേമിലേക്ക് വരികയാണ്. കൃത്യമായ തീരുമാനങ്ങൾ എടുത്തിട്ടാണല്ലോ ഈശോ വരുന്നത്. നമ്മൾ കണ്ടല്ലോ, പെട്ടെന്നുണ്ടായ തീരുമാനമല്ല. അവൻ രാത്രി മുഴുവൻ ആലോചിച്ചുറച്ചിട്ട് വരികയാണ് ദേവാലയം ശുദ്ധീകരിക്കാൻ വേണ്ടി. ആ വരുന്ന സമയത്ത് ഈ ദേവാലയ ശുദ്ധീകരണം എന്ന് പറയുന്ന സംഗതി പെട്ടെന്നുണ്ടായ ഒരു കോപത്തിന്റെ തീരുമാനമല്ല എന്നും കൂടെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ആ വരുന്ന അതേ വഴിക്ക് ആ ദിവസം തന്നെ അത്തിമരത്തിന്റെ വിധി എന്ത് എന്നവൻ പറയുന്നത്. ഇതിനെ തമ്മിലൊന്ന് കണക്ട് ചെയ്ത് നോക്കി. ഇപ്പോഴാണ് അതിന്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാകുക. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു 2 സംഭവങ്ങളെ അവന്റെ സാമാന്യ സ്വഭാവ രീതിക്ക് വിരുദ്ധമായിട്ടുള്ളൂ. നമ്മൾ കണ്ടല്ലോ, അത്തിമരത്തെ ശപിക്കുന്നതും ദേവാലയം ശുദ്ധീകരിക്കുന്നതും. ഈ 2 സംഭവങ്ങളും ഒരേ ദിവസമാണ് നടന്നത് എങ്കിൽ അതിനെന്തെങ്കിലും കാരണമില്ല. ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ നമ്മളുടെ കണക്ഷൻ. ഇങ്ങനെ തന്നെ വേണം ഇതിനെ പഠിക്കാൻ. ഈ ചൊവ്വാഴ്ച എന്ന് പറയുന്നത് വളരെ സംഭവബഹുലമാണ്. ബുധനാഴ്ച ഈശോ റെസ്റ്റ് എടുത്തതിൽ ഒരു തെറ്റും പറയാനില്ല. കാരണം അതിന് മാത്രം സംഭവങ്ങൾ ചൊവ്വാഴ്ച നടന്നിട്ടുണ്ട്. ഈശോ ഈ വിധി പറഞ്ഞ, അല്ലെങ്കിൽ ശപിച്ചു എന്ന് പത്രോസ് പറയുന്ന അത്തിമരത്തിന്റെ ആ വിധി കണ്ടിട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് ശിഷ്യന്മാര്. ഈശോ ദേവാലയത്തിൽ വരുന്നു, അവൻ പഠിപ്പിക്കുകയാണ്, വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു. ഒലിവ് മലയിലെ പ്രസംഗമൊക്കെ നടക്കുന്നു. മതനേതാക്കന്മാരെ ഈശോ നേരിടുന്നു. പിടിവിട്ട മതനേതാക്കന്മാരെ ആദ്യം നിയമജ്ഞര് വന്നിട്ട് അവനോട് തർക്കിക്കുന്നു. അവർ രക്ഷയില്ല. സ്ക്രൈബുകൾ വരുന്നു, രക്ഷയില്ല. സദുക്കായർ വരുന്നു, ഫരിസയർ വരുന്നു, അവസാനം ഹെറോദേസ് പക്ഷക്കാരെ കൂട്ടിക്കൊണ്ട് എല്ലാവരും കൂടെ വരുന്നു. യേശോയോട് ഏറ്റുമുട്ടിയിട്ട് ഒന്നും ഒരു പിടിയും കൊടുക്കുന്നില്ല ഈശോ. അവരെ ഒക്കെ അവൻ തകർത്ത് തിരിച്ചു വിട്ടു. സീസറിനുള്ളത് സീസറിന് കൊടുക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്ക്. എല്ലാവരുടെയും വായടഞ്ഞോളൂ. എല്ലാവരും ഒരുമിച്ച് വന്നതാ അവനെ പിടിക്കാൻ വേണ്ടി. ഹെറോദേസ് പക്ഷക്കാരുണ്ട്, നിയമജ്ഞരുണ്ട്, ഫരിസയരുണ്ട്, സദുക്കായരുണ്ട്. എല്ലാവരും കൂടെ വന്നിട്ട് അവനെ കെണിയിലാക്കാൻ വേണ്ടി ഏറ്റവും വലിയ ചോദ്യമായിട്ട് വന്ന് ചോദിച്ചത്. അപ്പൊ ഈശോ പറഞ്ഞ ആ മറുപടിയൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇനി നമ്മൾ ഒരുപക്ഷെ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കാത്ത ഒരു ഭാഗമുണ്ട്, അത് നമ്മളൊന്ന് കാണും. ഈശോ ഈ ഭാഗത്താണ് 7 ദുരിതങ്ങളെ കുറിച്ച് പറയുന്നത്. ഈശോ അവൻ്റെ പരസ്യ ജീവിതം തുടങ്ങിയ സമയത്ത് കുറേ നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടാണല്ലോ തുടങ്ങുന്നത്. മത്തായിയുടെ സുവിശേഷം വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, കുറേ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവൻ പറയുന്നു. ഇനി അവൻ്റെ പരസ്യജീവിതം അവസാനിക്കാൻ പോകുന്ന സമയത്ത് അവൻ കുറേ ദുരിതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈശോ എന്തുകൊണ്ടാണ് അവൻ്റെ പരസ്യജീവിതം അവസാനിക്കാൻ പോകുന്ന സമയത്ത് ദുരിതങ്ങളെക്കുറിച്ച് പറയുന്നത്? നേരെ തിരിച്ചല്ലേ സംഭവിക്കേണ്ടത്? പക്ഷെ ഇത് വളരെ അർത്ഥപൂർണമാണ്.
3 ഉപമകൾ അന്നവൻ പറയുന്നത് നമ്മൾ കണ്ടിരുന്നു. 2 മക്കളുടെ ഉപമ, പറഞ്ഞതനുസരിക്കാത്ത മകനും പറഞ്ഞിട്ട് അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പിതാവിനെ അനുസരിച്ച മകനും, ദുഷ്ടരായ കൃഷിക്കാര്, അയച്ച ജോലിക്കാരെ കൊന്നുകളഞ്ഞു, അവസാനം മകനെ അയച്ചു, മകനെയും കൊന്നുകളഞ്ഞ ദുഷ്ടരായ കൃഷിക്കാര്. പിന്നെ വിവാഹ വിരുന്ന്, വിളിച്ചവരൊന്നും വന്നില്ല, വരാൻ അർഹതയില്ലാത്തവരെ അവൻ വിളിച്ചു കയറ്റി, അവിടെ വരുന്നവർക്ക് വേണ്ടി വെച്ചിരുന്ന വിവാഹ വസ്ത്രം പോലും എടുത്തണിയാനുള്ള ദയ യജമാനനോട് കാണിക്കാതിരുന്നവന് വരാനിരിക്കുന്ന വിധി എന്ത് എന്ന്. ഈ 3 ഉപമകളുടെയും ആന്തരികാർത്ഥം എന്താ യഥാർത്ഥത്തില്? അത് ചെയ്യാനുള്ളത് ചെയ്തില്ലെങ്കിൽ അതിന് ഒരു വിധി വരാനുണ്ട്. അത് ശിക്ഷ എന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. തുറന്നിരിക്കുന്ന ഇലക്ട്രിക് വയറെ പോയി പിടിച്ചിട്ട് കറണ്ട് അടിച്ച് ചത്തു കഴിഞ്ഞാൽ അത് ശിക്ഷയാന്ന് പറയാൻ പറ്റുമോ? ഇതുപോലെയായത് ഒരു അനന്തര ഫലം എന്നാണ് നമ്മൾ ഇതിനെയൊക്കെ കാണേണ്ടത്. ഈ 7 ദുരിതങ്ങളെക്കുറിച്ച് അതൊന്ന് പഠിക്കാം നമുക്ക്. ഈ 7 ദുരിതങ്ങളിൽ ദുരിതം എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന വാക്ക് ഔവായ് എന്നൊരു ശബ്ദമാണ്. യഥാർത്ഥത്തിൽ അത് ദുരിതം എന്ന് നമുക്ക് അങ്ങനെ മലയാളത്തിൽ അത് ഒരുപക്ഷെ എഴുതാൻ പറ്റുള്ളൂ. എന്ന് നമ്മളിങ്ങനെ പറയുന്നത് പോലെയാണ് ഓവായ് എന്ന് പറയുന്നത്. ഓവായ് ഹോയ് മീൻ എന്നാ പറയുന്നത്. അത് ആ വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, അലാസ് എന്ന് പറയും. അലാസ്, ALAS, അലാസ്. അതിന് യഥാർത്ഥത്തിൽ അർത്ഥം കൊടുക്കാൻ നമുക്ക് പറ്റിയല്ല. മലയാളത്തിൽ നമുക്ക് പറയാവുന്നത് കഷ്ടം, ദുരിതം എന്നൊക്കെ വേണേൽ പറയാം. പക്ഷെ അതൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അതിനേക്കാളൊക്കെ ഭയങ്കരമാണ്. ഒരു വിലാപമാണ് യഥാർത്ഥത്തിൽ. 2 സാമുവേൽ 18:33 ഒരൊറ്റ വാചകമേ ഉള്ളൂ, ഒറ്റ വാചകം. പക്ഷെ ആ ഒരൊറ്റ വാചകത്തിനിടയ്ക്ക് ദാവീദ് രാജാവ് 5 പ്രാവശ്യം ചങ്ക് പൊട്ടി എൻ്റെ മകനെ എന്ന് വിളിക്കുന്നുണ്ട്. ഒറ്റ വാചകത്തിനിടയ്ക്ക്. അത് ചങ്ക് പൊട്ടാതെ നമുക്കും വായിക്കാൻ പറ്റിയല്ല. നമുക്കറിയാലോ അബ്സലോമിന്റെ കഥ. ദാവീദിന് ഏറ്റവും ഇഷ്ടമുള്ള മകനായിരുന്നു അബ്സലോം. ഈ അബ്സലോം കൊല്ലപ്പെടുകയാണ്. അബ്സലോം ദാവീദിനെതിരായിട്ട് യുദ്ധം ചെയ്തു. രാജാവിനെതിരായിട്ട് യുദ്ധം ചെയ്തവന് ഒരു വിധിയേ ഉള്ളൂ. അത് മകനാണോ മകളാണോ എന്നൊന്നും പിന്നെ ഇല്ല. അത് രാജദ്രോഹമാണ്, അവനെ കൊന്നുകളയുക. അത് തന്നെയാണ് നിയമം. സെരൂയയുടെ പുത്രന്മാരാണ് ജനറൽമാര്, രാജാവിന്റെ ജനറൽമാര്. അബ്സലോമിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പട്ടാളം പോവുക. അപ്പോൾ പട്ടാളക്കാരിങ്ങനെ ഗണമായിട്ട് രാജാവ് തിരിച്ചു. ദാവീദ് നിങ്ങൾക്കറിയാം വലിയ യുദ്ധവീരനാണ്. ദാവീദിന്റെ പേര് കേട്ടാൽ ശത്രുക്കൾ ഭയന്ന് വിറയ്ക്കും. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല, നമുക്ക് വേറൊരു സെഷനിൽ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. ഇത്ര യുദ്ധവീരനായ ദാവീദ് യുദ്ധത്തിന് പോകാൻ തുടങ്ങുക. അപ്പോൾ സൈന്യാധിപന്മാര് രാജാവിനോട് പറഞ്ഞു, നീ വരാൻ പറ്റിയല്ല, ഞങ്ങൾ പകുതി പേരവിടെ മരിച്ചു വീണാലും ശത്രുക്കൾക്ക് അതൊരു വിഷയമല്ല, അവര് അതിൽ പ്രത്യേകിച്ചൊന്നും കരുതില്ല. പക്ഷെ നീ ഒരാൾ മരിച്ചാല്, നിനക്കെന്തെങ്കിലും പറ്റിയാല് 10,000 പേര് ഞങ്ങൾ മരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നീ വരാൻ പറ്റിയല്ല. എനിക്ക് ആ രംഗം സത്യത്തിൽ അത് ആലോചിക്കാൻ പറ്റിയല്ല, ഇനി വരാൻ പോകുന്ന ആ ഭാഗം. എന്നിട്ട് ഇവര് യുദ്ധത്തിന് പോവുക. എന്നിട്ട് ഓക്കുമരത്തില് മുടി കുടുങ്ങി തൂങ്ങിക്കിടക്കുന്ന അബ്സലോമിനെ സെരൂയയുടെ പുത്രൻ യോവാബ് 3 കുന്തങ്ങൾ എറിഞ്ഞ് കൊന്നുകളഞ്ഞു. ഈ വിവരം ദാവീദ് അറിയുന്ന ആ ഭാഗമാണിത്. രാജാവ് വികാരാധീനനായി പടിപ്പുര മുകളിൽ കയറി വിലപിച്ചു. പോയ വഴി അവൻ പറഞ്ഞു, എൻ്റെ മകനെ അബ്സലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ, അബ്സലോമേ, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ എൻ്റെ മകനെ, അബ്സലോമേ, എൻ്റെ മകനെ. ഒറ്റ വാചകത്തിനിടയിൽ 5 പ്രാവശ്യം ദാവീദ് എൻ്റെ മകനെ, എൻ്റെ മകനെ എന്ന് വിളിച്ച് കരയുക. ഒരപ്പനും അമ്മയ്ക്കും മാത്രം മനസ്സിലാകുന്ന സങ്കടമായത്. വേറെ ആർക്കും ഇത് മനസ്സിലാകുകയില്ല. ഇത് മനസ്സിലാകണമെങ്കിൽ അബ്സലോമിന്റെ സ്ഥാനത്ത് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ കാണണം. അങ്ങനെയെങ്കിൽ ഈ വാക്കുകളുടെ അർത്ഥമെന്തെന്ന് നമുക്ക് മനസ്സിലാകും. ഇതുപോലെ ഒരപ്പന്റെ അമ്മയുടെ ഹൃദയത്തിന് മാത്രം മനസ്സിലാകുന്നതാണ് ഇനി ഈശോ പറയുന്ന ആ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഈ 7 തവണ ഈശോ ദുരിതം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ 7 തവണ ദുരിതം എന്ന് പറയുന്നതിനോടൊപ്പം 6 തവണ പറയുന്ന ഒരു വാക്കുണ്ട്, ഹിപ്പോക്രൈറ്റ്, കപടനാട്യക്കാരെ എന്ന് വിളിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്ത എന്താണെന്നറിയാമോ? ഈ കപടനാട്യക്കാരെ എന്ന് വിളിക്കുമ്പോൾ ഈശോ വലിയ അരിശത്തോടെയാണ് വിളിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. മതപുരോഹിതന്മാർക്കോട് ഈശോയ്ക്ക് ഭയങ്കര വെറുപ്പായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമുക്ക് അവരോട് വെറുപ്പുള്ളതുകൊണ്ടാണ്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഈശോയ്ക്ക് അവരോട് വാത്സല്യവും കരുണയും ഇത്രയൊക്കെ നൽകിയിട്ടും നിങ്ങൾ എന്തുകൊണ്ട് മാനസാന്തരപ്പെടുന്നില്ല എന്ന് മാതാപിതാക്കൾ മാനസാന്തരപ്പെടാത്ത മക്കളെ കുറിച്ചോർത്ത് വേദനിക്കുന്നത് പോലെയാണ്. എനിക്കത് ശരിക്കറിയാം. ഞാൻ ഒത്തിരി വർഷങ്ങൾ നിരീശ്വരവാദിയായിരുന്നു നടന്ന സമയത്ത് എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് സങ്കടം മാറിയിട്ടില്ല. എൻ്റെ അമ്മയുടെ മനസ്സ് തുറന്ന് അമ്മ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
നല്ലൊരു കുടുംബമാണ് എൻ്റേത്, വളരെ നല്ലൊരു കുടുംബമാണ്. പക്ഷെ അമ്മയൊന്നും മനസ്സ് തുറന്ന് ചിരിക്കുന്ന കണ്ടിട്ടില്ല. ഞാൻ മാനസാന്തരപ്പെട്ടത് മുതൽ അമ്മയുടെ മുഖം മറ്റൊരു മുഖമായിരുന്നു. ഇതാണ് ഈശോയുടെ അവസ്ഥ. ഈ 7 തവണയും ദുരിതം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോയുടെ മനസ്സിൽ കോപമല്ല, ആ വാക്കുകളിൽ വിലാപമാണ് വരുന്നത്. എന്ന് മാത്രവുമല്ല, ഇത് മനസ്സിലിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും ഈശോ അട്ടഹസിച്ചാ പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ഈ സിനിമയിലൊക്കെ കപടനാട്യക്കാരെ എന്നൊക്കെ വിളിക്കുന്ന പോലെയാണ് നാടകത്തിലെ സിനിമയിൽ നമ്മൾ കണ്ടു. പക്ഷെ അങ്ങനെയല്ല. കാരണം എന്താണെന്നറിയാമോ? എന്നുള്ളത് അട്ടഹസിച്ച് പറയാൻ പറ്റുന്ന ശബ്ദമല്ല. അത് സങ്കടപ്പെടുമ്പോൾ പറയുന്നത്. നമുക്കത് എത്ര പറഞ്ഞ, ഞാനീ പറയുമ്പോൾ ആ രീതിയിലല്ല അത് പറയുന്നത് കേട്ടോ. അത് ശബ്ദമുയർത്തി പറയാൻ പറ്റുന്നില്ല. അത് ഒരുതരം കീനിങ് എന്നാണ് അതിന് പറയുക. അത് സങ്കടം കൊണ്ട് അധികം ആൾക്കാർ കേൾക്കാത്തതുപോലെ ഈ ചങ്ക് പൊട്ടുമ്പോൾ വരുന്ന ഒരു കരച്ചിലില്ലേ, അതിന് വലിയ ശബ്ദം ഉണ്ടാകുകയില്ല. അതുപോലത്തെ ഒരു വിലാപമാണ് ഉവായി ഉമീൻ എന്ന് പറയുന്നത്. ഓ നിങ്ങൾക്ക് ദുരിതം. അതിങ്ങനെ ഒരു ശ്വാസം മുട്ടിയിട്ട് പുറത്തേക്ക് വരുന്നതാണ്. 7 പ്രാവശ്യം ഈശോ പറയുക, ഓ നിങ്ങൾക്ക് ദുരിതം. അവർക്കിനി വരാൻ പോകുന്ന ദുരിതം എന്ത് എന്ന് അവൻ കാണുന്നത് കൊണ്ട് അവൻ പറയുന്നത്, അല്ലാതെ ശാപമല്ലാതെ. അവിടെയാണ് പറഞ്ഞത് ഇത് മാതാപിതാക്കളുടെ വിലാപം പോലെയാണെന്ന്. ഇത് മാതാപിതാക്കളുടെ സങ്കടം ശ്വാസം മുട്ടലായിട്ട് പുറത്തേക്ക് വരുന്ന പോലെ അടുത്ത് നിൽക്കുന്നവർക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന ശബ്ദം. ഓ നിനക്ക് ദുരിതം. അങ്ങനെയാണ് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഭാഷകളുടെ അപര്യാപ്തതയുണ്ടല്ലോ മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ. ഈ 2 പ്രവൃത്തികളും, ദേവാലയം ശുദ്ധീകരിച്ച് അവിടെ നിന്നും ഇവരെ എല്ലാം പുറത്താക്കുന്നതും, അത്തിമരത്തെ ശപിച്ചു എന്ന് പത്രോസ് പറയുന്നതും, അത്തിമരത്തിൻ്റെ വിധി പറയുന്നതും യഥാർത്ഥത്തിൽ കോപത്തിൻ്റെ ഒരു പ്രതിപ്രവർത്തനമല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവൻ അങ്ങനെ ആ ശബ്ദമുയർത്തി അട്ടഹസിക്കുകയല്ല, റിയാക്ട് ചെയ്യുന്നതല്ല. ഇതിനെക്കുറിച്ച് ദൈവശാസ്ത്രന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഞാൻ പറയാം. ജീസസ് ഈസ് നോട്ട് ആംഗ്രിലി റിയാക്ടിങ്. കോപം കൊണ്ട് റിയാക്ട് ചെയ്യുന്നതല്ല. ഹീസ് ആക്ടിങ് ആസ് ദ ഹൈ പ്രീസ്റ്റ്, ദ സുപ്രീം ജഡ്ജ് ഓഫ് ഇസ്രയേൽ. വിധി പറയുന്നതാണ്, ശപിക്കുന്നതല്ല. ജഡ്ജി ശപിച്ചു എന്ന് ആരെങ്കിലും പറയുമോ? ജഡ്ജി വിധി പറയുന്നതാണ്, ന്യായാന്യായങ്ങൾ വെച്ചിട്ട് വിധി പറയുന്നതാണ്. നമ്മൾ കണ്ടല്ലോ, ബെൽഷാസറിന് വരാൻ പോകുന്ന കാര്യങ്ങൾ ദാനിയേൽ പ്രവാചകൻ പ്രവചിക്കുകയായിരുന്നു, ശപിക്കുകയല്ല. അത്തിവൃക്ഷത്തിന് വരാൻ പോകുന്നത് എന്തെന്ന് ഈശോ പ്രവചിക്കുകയാണ്, ശപിക്കുന്നതല്ല. ആർക്കും എന്താണ് അർത്ഥമെന്ന് മനസ്സിലാകാതിരുന്ന ചുവരെഴുത്ത് ദാനിയേൽ പ്രവാചകൻ വ്യാഖ്യാനിച്ചതുപോലെ ഇന്ന് ജനത്തിന് മനസ്സിലാകാത്തതും എന്നാൽ ഫലം നൽകാത്തവയ്ക്ക് വരാനിരിക്കുന്നതുമായ ആ വിധി എന്ത് എന്ന് ഈശോ പഠിപ്പിക്കുകയായിരുന്നു.